മനസ്സില്ലാ മനസ്സോടെയാണ് അവൾ അത് വാങ്ങിയത്. വീട്ടിൽ എന്തു പറയുമെന്നായിരുന്നു അവളുടെ ഭയം. ചുരിദാർ പാക്കറ്റ് മറച്ചു പിടിച്ചുകൊണ്ടാണ് വൈകുന്നേരം വീട്ടിൽ ചെന്നത്. മുറിയിൽ കയറിയതും അവൾ ആരും കാണാത്ത സ്ഥലത്ത് ചുരിദാർ ഒളിപ്പിച്ചു. അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. അമ്മയെയും കൃഷ്ണയെയും എങ്ങനെയും പറഞ്ഞു നിർത്താം. പക്ഷെ ബന്ധുരേച്ചി, താൻ പറയുന്ന കളവുകളൊന്നും ബന്ധുരേച്ചി വിശ്വസിക്കണമെന്നില്ല. പിറ്റേ ദിവസം കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകേണ്ട സമയം എടുക്കുന്തോറും അവളുടെ ഭീതി ഇരട്ടിച്ചു. എന്തേച്ചി, എന്താ ഇന്ന് കമ്പ്യൂട്ടർ പഠിക്കാൻ പോകണില്ലേ? ഉച്ചയായിട്ടും വെറുതെ ഇരിക്കുന്നത് കണ്ട് കൃഷ്ണപ്രിയ ഇന്ദുലേഖയോട് ചോദിച്ചു. അവൾ മറുപടി ഒന്നും പറയാതെ കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് വന്ന് മുറിയിൽ കയറി വാതിലടച്ചു. പിന്നെ എന്തും വരട്ടെ എന്ന് കരുതി അവൾ ചുരിദാർ എടുത്ത് ധരിച്ചു. വിശ്വം പറഞ്ഞ പോലെ ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ല. അവൾ അണിഞ്ഞൊരുങ്ങി നിലക്കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വയം ഭംഗി ആസ്വദിച്ചു. ഇന്ദു ചേച്ചിയെ, കുറെ നേരമായല്ലോ ഒരുക്കം തുടങ്ങിയിട്ട്. കല്യാണ മണ്ഡപത്തിലേക്കല്ല, കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്കാ പോവാണത്, കൃഷ്ണപ്രിയ ഉറക്കെ വിളിച്ചു പറഞ്ഞു. 4-5 നിമിഷം കഴിഞ്ഞ് ഇന്ദുലേഖ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. ചുരിദാറൊക്കെ ധരിച്ച് സിനിമാ നടിയെ പോലെ നിൽക്കുന്ന ഇന്ദുലേഖയെ കണ്ട് കൃഷ്ണപ്രിയയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. യോ, ഏറെ നേരം വേണ്ടി വന്നു അവൾക്ക് ശബ്ദിക്കാൻ. അമ്മേ, അമ്മേ, ഒന്ന് ഓടിവായോ, ഒരു അത്ഭുതം കാണാം, കൃഷ്ണപ്രിയ ഉറക്കെ വിളിച്ചു പറഞ്ഞു. വിളിവെച്ച് കേട്ട് ഓടി വന്ന ദേവകിയമ്മയും ഇന്ദുലേഖയെ കണ്ട് സ്തബ്ധയായി. അവരുടെ മനസ്സിൽ 1000 ചോദ്യശരങ്ങൾ ഉയർന്നു. ഇന്ദുലേഖയുടെ വേഷം കണ്ട് മിഴിച്ചു നിൽക്കുകയായിരുന്ന ദേവകിയമ്മയും കൃഷ്ണപ്രിയയും, ഈ കുന്ത്രാണ്ട് എവിടുന്ന് കിട്ടിയതാടി ഇന്ദു? ദേവകിയമ്മ ചോദിച്ചു. കടേന്ന്, അല്ലാതെ കളക്ടറേറ്റിൽ നിന്ന് കിട്ടുവോ? ഇന്ദുലേഖ നിസാര മട്ടിൽ പറഞ്ഞിട്ട് വേഗം നടന്നു. ചേ, എന്തൊരു വൃത്തികെട്ട വേഷമ, ഇവക്കിത് എന്തു പറ്റി? ദേവകിയമ്മ വെറുപ്പിൽ മുഖം ചുളിച്ചു. കൃഷ്ണപ്രിയയുടെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി ഉണ്ടായി. വൈകുന്നേരം കമ്പ്യൂട്ടർ ക്ലാസ് കഴിഞ്ഞ് ഇന്ദുലേഖ വന്നപ്പോൾ കൃഷ്ണപ്രിയ അടുത്തു ചെന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇന്ദു ചേച്ചി? ബോളിവുഡ് നടിയാണെന്ന് തെറ്റിദ്ധരിച്ച് പൂവാലന്മാര് വലിയൊരു ചുറ്റും കൂടിയാവും, കൃഷ്ണപ്രിയ അമർത്തി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കൃഷ്ണ, നീ ലേശം കൂടുന്നുണ്ട്. എന്റെ വെളിച്ചില് അമ്മയുടെയും ബന്ധുരേച്ചിയുടെ അടുത്ത് മതി, എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഇന്ദുലേഖ ദേഷ്യത്തിൽ അകത്തേക്ക് കയറി. ബന്ധുര സന്ധ്യയോടെയാണ് വീട്ടിലെത്തിയത്. അവൾ വരാൻ കാത്തിരിക്കുകയായിരുന്നു കൃഷ്ണപ്രിയ. ബന്ധുരയെ കണ്ടതും കൃഷ്ണപ്രിയ ഓടിച്ചെന്നു. എന്റെ ബന്ധുരേച്ചി, കുറച്ചു നേരത്തെ വന്നിരുന്ന് നല്ലൊരു കാഴ്ച കാണായിരുന്നില്ലേ? ചേ, തൊലച്ചു കളഞ്ഞു. എന്തേ? ബന്ധുര തല തിരിച്ച് അനുജത്തിയെ നോക്കി. അതിന് മറുപടി പറഞ്ഞത് പൂമുത്തേക്ക് വന്ന ഇന്ദുലേഖയാണ്. ഞാൻ പറയാൻ ബന്ധുരേച്ചി, എന്നെ ഞാൻ ചുരിദാറിട്ടോണ്ടാ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയത്. അപ്പൊ തുടങ്ങിയ കുശുമ്പ. ചുരിദാറോ? ബന്ധുര നെറ്റി ചുളിച്ചു. അപ്പോഴേക്കും ചുരിദാറുമായി കൃഷ്ണപ്രിയ ബന്ധുരയ്ക്ക് അടുത്തെത്തി. ബന്ധുര അത് വാങ്ങി നോക്കി. നല്ല വില കൂടിയ ചുരിദാറാണ്. അവൾ ചുരിദാറിലേക്കും ഇന്ദുലേഖയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. ഇതിന് ഏറ്റവും കുറഞ്ഞത് 500 രൂപയെങ്കിലും വേണ്ടി വരും. ഈ രൂപ നിനക്ക് എവിടുന്ന് കിട്ടി? ബന്ധുരയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് ഇന്ദുലേഖ ആദ്യം ഒന്ന് പതറി. പിന്നെ തലേ രാത്രി മനപ്പാടമാക്കിയ ഉത്തരം പുറത്തെടുത്തു. എന്റെ ഒരു ഫ്രണ്ടിനെ ഡ്രസ്സ് വാങ്ങാൻ കൂടെ പോയപ്പോ അവൾ വാങ്ങി തന്നതാ. ഇന്ദു, ബന്ധുര കനത്തിൽ വിളിച്ചു. അവൾ പരുങ്ങളോടെ മുഖമുയർത്തി. നീ കമ്പ്യൂട്ടർ പഠിക്കാൻ തുടങ്ങിയിട്ട് 2 മാസം ആകുന്നല്ലേ ഉള്ളൂ? അതിനു മുമ്പ് ഇത്രയും വില കൂടിയ ഡ്രസ്സ് വാങ്ങിത്തരാൻ മാത്രം ആത്മാർത്ഥതയും സ്നേഹമുള്ള ഏത് കൂട്ടുകാരിയാ നിനക്കുള്ളത്? ആ ചോദ്യത്തിന് മുന്നിൽ ഇന്ദുലേഖയ്ക്ക് മറുപടി ഉണ്ടായില്ല. പറയടി, ആരാ നിനക്കത് വാങ്ങിത്തന്നത്? ബന്ധുരയുടെ ശബ്ദമായിരുന്നു. ആര് വാങ്ങിത്തന്നല്ല എന്താ, ഇതിന്റെ വില ഞാൻ തിരിച്ചു കൊടുക്കും, പിന്നെന്താ? ഇന്ദുലേഖയ്ക്കും ദേഷ്യം വന്നു. വീട്ടിൽ കുത്തിയിരിക്കുന്ന നീ എങ്ങനെ തിരിച്ചു കൊടുക്കും? ബന്ധുര ഒന്ന് നിർത്തിയിട്ട് അരിശത്തോടെ പിറുപിറുത്തു. നാണമില്ലാണ്ട് വല്ലവരോടും എരന്നു വാങ്ങിയിട്ട് ഇവിടെ ആരും കെട്ടിലമ്മൻ ചമഞ്ഞ അണിഞ്ഞൊരുങ്ങണ്ട. ബന്ധുര അതും പറഞ്ഞ് കയ്യിൽ നിന്ന് ചുരിദാറ് വലിച്ചു കീറി ദൂരെ എറിഞ്ഞു. തന്റെ ഹൃദയമാണ് കീറി മുറിച്ചതെന്ന് ഇന്ദുലേഖയ്ക്ക് തോന്നി. വിശ്വജിത്ത് തനിക്ക് ആദ്യമായി വാങ്ങിത്തന്ന സമ്മാനമാണ്. അവൾക്കത് സഹിക്കാനായില്ല. ദേഷ്യവും സങ്കടവും ഉണ്ടായി. ഞങ്ങൾക്ക് വിശപ്പടക്കം എന്തെങ്കിലും തരുന്നുണ്ടെന്ന് വെച്ച് എന്നെ അടക്കി ഭരിക്കാന്ന് കരുതരുത്. നക്കാപ്പിച്ച ശമ്പളം വാങ്ങുന്ന ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കുന്ന ചേച്ചി വലിയ കളക്ടർ ചമയണ്ട. എനിക്ക് ആരെങ്കിലും വാങ്ങിത്തരുന്നത് കീറിക്കളയാൻ ബന്ധുരേച്ചിക്ക് എന്താ അധികാരം? അതോ അച്ഛൻ മരിച്ചോന്ന് കരുതി ആ സ്ഥാനം സ്വയം ഏറ്റെടുക്കുക? നീ എന്ത് പറഞ്ഞടി?
ബന്ധുര ഇന്ദുലേഖയ്ക്ക് നേരെ കൈയോങ്ങി. തൊട്ടുപോകരുത് തന്നെ, ഇന്ദുലേഖ അലറും പോലെ പറഞ്ഞു. അടിക്കാനാഞ്ഞ ബന്ധുരയുടെ കൈ മരവിച്ചു നിന്നു. ഇന്ദുലേഖയിൽ നിന്നും അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് സ്വപ്നേപ്പി കരുതിയതല്ല. അവൾ തളർന്നുപോയി. അടുക്കളയിൽ നിന്ന് ദേവകി അമ്മ ഇന്ദുലേഖയ്ക്ക് നേരെ പാഞ്ഞെടുത്തു. നീ എന്തു പറഞ്ഞടി? ഇവക്ക് നിന്റെ മേൽ അധികാരമില്ലെന്നോ? നിന്നെ ഞാൻ... ദേവകി അമ്മ അവളുടെ കവളിൽ ശക്തിയിൽ ഒരടി കൊടുത്തു. എടി, ആ നക്കപ്പിച്ച ശമ്പളം കൊണ്ടാണടി 4-5 പേർ ഇവിടെ കഴിയണത്. ദേവകി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇന്ദുലേഖ വർദ്ധിച്ച ദേഷ്യത്തോടെ നിലത്ത് ചവിട്ടി മെതിച്ച അടുത്ത മുറിയിലേക്ക് പോയി. ബന്ധുരയ്ക്ക് ദുഃഖമടക്കാനായില്ല. അവളിൽ നിന്നും നേർത്തൊരു തേങ്ങൽ ഉയർന്നു. മോളെ ബന്ധുരെ, ദേവകി അമ്മ ഹൃദയ നമ്പരത്തോടെ വിളിച്ചു. അമ്മേ, ഇന്ദു പറഞ്ഞതൊക്കെ കേട്ടില്ലേ? നനഞ്ഞ ഒരു പക്ഷിത്തൂവൽ പോലെ ദേവകി അമ്മയുടെ മാറിലേക്ക് ചാഞ്ഞുകൊണ്ട് ബന്ധുര വിങ്ങി വിങ്ങി കരഞ്ഞു. സാരമില്ല മോളെ, ക്ഷമിച്ചുകളെ. ദേവകി അമ്മയും മുഖം കരയുകയായിരുന്നു. കൃഷ്ണപ്രിയ തെല്ലു മാറി സങ്കടത്തോടെ നിന്നതേയുള്ളൂ. അവളുടെ കണ്ണുകൾ മെല്ലെ നിറയാൻ തുടങ്ങി. അന്ന് ആരും അത്താഴം കഴിച്ചില്ല. പരസ്പരം ഒന്നും ഉരിയാടിയതുമില്ല. വല്ലാത്തൊരു ശ്മശാന മൂകതയായിരുന്നു അവിടെ. പിറ്റേ ദിവസം നേരം പുലർന്നിട്ടും പരസ്പരം ആരും മിണ്ടിയില്ല. രാവിലെ കോളേജിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ബന്ധുര ഇന്ദുലേഖയുടെ അടുത്തേക്ക് ചെന്നു. അവൾ മുഖം വീർപ്പിച്ച് നിന്നതേയുള്ളൂ. ഇന്ദു, ബന്ധുര തീരെ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. അവൾ ശ്രദ്ധിച്ചതേയില്ല. ആരുടെയും ഔദാര്യം പറ്റി ജീവിക്കാനല്ല നമ്മുടെ അച്ഛൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനൊരു ശീലവും പൂമംഗലത്തെ കേശവൻ നായരുടെ മക്കൾക്കുണ്ടാവരുത്. ചുരിദാറിന്റെ രൂപ ഈ മാസം ശമ്പളം കിട്ടുമ്പോ തിരിച്ചു കൊടുത്തേക്കാം, ബന്ധുര മെല്ലെ പറഞ്ഞു. വേണ്ട, പെട്ടെന്നായിരുന്നു ഇന്ദുലേഖയുടെ മറുപടി. ഔദാര്യം പറ്റി ജീവിക്കരുതെന്നല്ലേ അച്ഛൻ പഠിപ്പിച്ചിരിക്കുന്നത്? എനിക്കും ആരുടെയും ഔദാര്യം വേണ്ട. പറഞ്ഞതും ഇന്ദുലേഖ മുഖം വെട്ടിത്തിരിച്ച് പുറത്തേക്ക് നടന്നു. അവൾ പോകുന്നത് നോക്കി ഒരു നിമിഷം നിന്നിട്ട് ബന്ധുരയും പുറത്തേക്ക് ഇറങ്ങി നടന്നു. ഉച്ച കഴിഞ്ഞ് ഇന്ദുലേഖ കുളിച്ചൊരുങ്ങി കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയി. താര സ്റ്റുഡിയോയുടെ മുന്നിലെത്തിയപ്പോൾ അവൾ നിന്നു. അകത്ത് വിശ്വജിത്തിനെ കണ്ടതും ഇന്ദുലേഖ സ്റ്റുഡിയോയിലേക്ക് കയറി. നല്ല കക്ഷിയാ, ഇന്ന് നല്ല കുറെ ഫോട്ടോസ് എടുക്കാമെന്ന് കരുതി ഒരു റോൾ ഫിലിമായി കാത്തിരിക്കുകയായിരുന്നു. ഛേ, എന്താ ചുരിദാർ ഇടാതിരുന്നത്? വിശ്വജിത്ത് ചോദിച്ചു. അവൾ മൗനം പൂണ്ടതേയുള്ളൂ. അപ്പോഴാണ് അവൻ അവളുടെ മൂടിക്കെട്ടിയ മുഖം ശ്രദ്ധിച്ചത്. എന്താ പറ്റി ഇന്ദു, മുഖത്തൊരു മാറ്റം? വിശ്വം, എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങിത്തരുമോ? ഏതെങ്കിലും ഷോപ്പിൽ സെയിൽസ് ഗേളായിട്ടോ മറ്റോ? വിശ്വത്തിന് ടൗണിൽ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതല്ലേ. വിശ്വം ഒന്ന് ശ്രമിച്ചാൽ, ഇന്ദുലേഖ മൃദുസ്വരത്തിൽ പറഞ്ഞു. എന്താ ഇപ്പൊ പെട്ടെന്നൊരു ജോലി വേണമെന്ന് തോന്നാൻ? വിശ്വം വാങ്ങിത്തന്ന ചുരിദാറ് ബന്ധുരേച്ചി കീറി കളഞ്ഞു. ചേച്ചിയുടെ ഔദാര്യത്തിൽ ജീവിക്കുന്നത് കൊണ്ടാ. സ്വന്തമായി വരുമാനം ഉണ്ടെങ്കിൽ ആരുടെ ശകാരം കേൾക്കണ്ടല്ലോ. അതിന് ഞാനാ വാങ്ങിത്തന്നതെന്ന് പറഞ്ഞു? ഇല്ല, കൂട്ടുകാർ വാങ്ങിത്തന്നതെന്നാ പറഞ്ഞത്. ചേച്ചി അത് വിശ്വസിച്ചില്ല. വിശ്വജിത്ത് 1-2 നിമിഷം ഏതോ ആലോചനയിൽ മുഴുകിയിട്ട് പറഞ്ഞു. സാരമില്ല, ജോലിക്ക് ഞാൻ ശ്രമിക്കാം, ഇന്ദു വിഷമിക്കണ്ട, അവൻ ആശ്വസിപ്പിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഇന്ദുലേക്ക് ജോലി ശരിയാക്കി. ടൗണിലെ പ്രമുഖ ജൗളിക്കടയായ ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളായി അവൾക്ക് ജോലി കിട്ടി. ഇന്ദുലേക്ക് വിശ്വസിക്കാനായില്ല. ഇത്രയും വേഗം ജോലി കിട്ടുമെന്ന് കരുതിയതേയില്ല. ആ, പിന്നൊരു കാര്യം, കമ്പ്യൂട്ടർ ക്ലാസ് മുടക്കണ്ട. അത് പഠിച്ചു കഴിഞ്ഞ് അവരുടെ ഓഫീസ് സ്റ്റാഫ് ആക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. രാവിലെ ക്ലാസ് കഴിഞ്ഞ് ജോലിക്ക് പോകാം. എന്താ? വിശ്വജിത്ത് പറഞ്ഞു. നന്ദിയുണ്ട് വിശ്വം, ഒത്തിരി നന്ദിയുണ്ട്, ഇന്ദുലേഖ വർദ്ധിച്ച സന്തോഷത്തോടെ പറഞ്ഞു. ഇത് മറ്റാർക്ക് വേണ്ടിയല്ലല്ലോ, എന്റെ ഇന്ദുവിന് വേണ്ടിയല്ലേ. പിന്നെ ജോലി കല്യാണം കഴിയുന്നത് വരെയുള്ളൂ. ഭാര്യ ജോലിക്ക് പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അവൾ നാണത്തോടെ മുഖം കുനിച്ചു. നാളെ തന്നെ ജോലിക്ക് കയറാം. രാഹുകാലം നോക്കി ഇങ്ങോട്ട് വന്നാ മതി, ഞാൻ ഇവിടെ കാത്തു നിൽക്കാം. മനസ്സിൽ നിറയെ സന്തോഷത്തോടെയാണ് അന്നവൾ വീട്ടിലെത്തിയത്. എന്തൊക്കെയോ കൈപ്പിടിയിൽ ഒതുക്കിയ പോലെ. ഇനി ബന്ധുരേച്ചയുടെ ഔദാര്യത്തിൽ കഴിയണ്ട. പൂമുഖത്തേക്ക് കയറിയതും അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അമ്മേ, എനിക്ക് ജോലി കിട്ടി. നേരാണോ മോളെ? ദേവകി അമ്മ പൂമുഖത്തേക്ക് ചെന്നു. എന്താ, ഇതും കളവാണെന്നാണോ പറയണത്? അതോ ബന്ധുരേച്ചന് എത്ര പഠിപ്പില്ലാത്തോണ്ട് എനിക്ക് ജോലി കിട്ടില്ല എന്നുണ്ടോ? ഇന്ദുലേഖ ദേഷ്യത്തോടെ ചോദിച്ചു. അതുകൊണ്ടല്ല മോളെ, എവിടെ ജോലി? ടൗണിലെ ജൗളിക്കടയിലാ, വലിയ കടയാ, ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസില് സെയിൽസ് ഗേൾ ആയിട്ട്. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ,
ബന്ധുരയുടെ തലയിലെ ഭാരം ഒന്ന് കുറച്ചു തന്നൂലോ. ദേവകിയമ്മ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. ട്യൂഷനും കഴിഞ്ഞ് സന്ധ്യയോടെ ബന്ധുര വന്നപ്പോൾ ഇന്ദുലേക്ക് ജോലി കിട്ടിയ കാര്യം കൃഷ്ണപ്രിയയാണ് പറഞ്ഞത്. ബന്ധുരയ്ക്കും സന്തോഷമായി. അവൾ ഇന്ദുലേഖയുടെ അടുത്തേക്ക് ചെന്നു. ഇന്ദു, നിനക്ക് ജോലി കിട്ടിയെന്ന് അറിഞ്ഞു. അത് വലിയ കടയാ. അവിടെ ജോലി കിട്ടണമെങ്കിൽ ഹൈ റെക്കമെൻഡേഷൻ തന്നെ വേണം. അല്ല, ആരാ നിനക്ക് ജോലി വാങ്ങി തന്നത്? ജോലി വാങ്ങി തന്നത് ആരാണെന്ന് അറിഞ്ഞിട്ട് തട്ടിത്തെറിപ്പിക്കാനായിരിക്കും. ഇന്ദുലേഖ കടുപ്പിച്ച ബന്ധുരയെ നോക്കി. അവൾക്ക് കടുത്ത ദുഃഖമുണ്ടായി. കൂടുതലൊന്നും ചോദിക്കാതെ ബന്ധുര പിൻവാങ്ങി. പിറ്റേ ദിവസം രാവിലെ ബന്ധുര ചാവടിയിലിരുന്ന് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുമ്പോഴാണ് ഇന്ദുലേഖ ജോലിക്ക് പോകാൻ ഇറങ്ങുന്നത്. അമ്മേ, ജോലി കഴിഞ്ഞ് സന്ധ്യയ്ക്ക് ഞാൻ വരൂ. അവൾ മുറ്റത്ത് നിന്നുകൊണ്ട് ബന്ധുര കേൾക്കാനായി ഉറക്കെ വിളിച്ചു പറഞ്ഞു. മോളെ ഇന്ദു, അമ്പലത്തിൽ ചെന്ന് തൊഴുതിട്ടേ പോകാവൂ. അച്ഛന് മനസ്സിൽ ധ്യാനിച്ചോണം. ദേവകിയമ്മ മകളെ ഉപദേശിച്ചു. തന്നോടൊരു വാക്ക് പോലും പറയാതെ പോയതിൽ ബന്ധുരയുടെ മനസ്സ് വല്ലാതെ നൊന്തു. ഇന്ദുലേഖ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. താര സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ വിശ്വജിത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇന്ദുലേഖയെ കണ്ടതും വിശ്വജിത്ത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. കയറിക്കും. അയ്യോ, എനിക്ക് പേടിയാ, ആരെങ്കിലും കണ്ടാ, അവൾ ഭയപ്പാടോടെ പറഞ്ഞു. എന്തിനാ പേടിക്കണത്? എന്നാണേലും എന്റെ ബൈക്കിന്റെ പിറകിൽ ഇരിക്കേണ്ടത് നീയാണ്. കയറ്. ഞാൻ നടന്നു വന്നോളാം വിശ്വം. ഇന്ദു, നിന്നെ ശ്രീലക്ഷ്മിയിലെ മാനേജറെ പരിചയപ്പെടുത്തിയിട്ട് ഒരു കല്യാണത്തിന്റെ ഫോട്ടോ എടുക്കാനുള്ളതാ. ഇപ്പൊ തന്നെ സമയം പോയി, വേഗം കയറ്. അവൻ ധൃതി കൂട്ടി. അവൾ മടിച്ചു മടിച്ചു ബൈക്കിൽ കയറി. ഇന്ദു, നമ്മുടെ മോളാ, നിറയെ കൊണ്ടും വീഴുമാ. എന്നെ മെല്ലെ ചുറ്റിപ്പിടിച്ചോ, അതല്ലേ തലകുത്തി വേണമെന്ന് ഇരിക്കും. ബൈക്ക് മുന്നിട്ടെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. വിശ്വജിത്ത് പറഞ്ഞത് നേരാണെന്ന് അവൾക്ക് തോന്നി. ബൈക്ക് ഗട്ടറിൽ ചാടിയപ്പോൾ അവൾ അറിയാതെ തന്നെ അവനെ ചുറ്റിപ്പിടിച്ചു. ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസിന് മുന്നിൽ വണ്ടി നിർത്തി. വരൂ, കട തുറക്കാനാവുന്നതേ ഉള്ളൂ. നമുക്ക് ഓഫീസിൽ ചെന്ന് മാനേജറെ കാണാം. വിശ്വജിത്ത് അടുത്തുള്ള ഓഫീസിലേക്ക് കയറി. പിന്നാലെ ഇന്ദുലേഖയും. ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസിലെ എല്ലാ പരിപാടികൾക്കും ഫോട്ടോ എടുക്കുന്നത് വിശ്വജിത്താണ്. ആ പരിചയമാണ് മാനേജർ ഷൺമുഖം റെഡ്ഡിയാറുമായിട്ട്. വിശ്വം ഇന്ദുലേഖയെ പരിചയപ്പെടുത്തി. അവൾ ഷൺമുഖം റെഡ്ഡിയാർക്ക് നേരെ കൈകൂപ്പി. ആ വിശ്വം വേലയ്ക്ക് കയറി 4 നാൾ കഴിയുമ്പോ യൂണിയനിൽ ചേരണമെന്ന് പറയുമോ? ഷൺമുഖം റെഡ്ഡിയാർ ചോദിച്ചു. ഏയ് ഇല്ല സർ. ശരി ശരി, കൊഞ്ചം നാൾ റെഡിമെയ്ഡ് സെക്ഷനിൽ നിൽക്കട്ടെ. ഞാൻ സൂപ്പർവൈസറോട് പറയാം. പോയിക്കോ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സാമ്രാജ്യം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു ഇന്ദുലേക്ക്. കുറെ അധികം പെൺകുട്ടികൾ കാർ പാർക്കിംഗ് ഏരിയയിൽ നിൽപ്പുണ്ടായിരുന്നു. ഇന്ദു, അവിടെ പോയി നിന്നോളൂ, വൈകുന്നേരം കാണാം. വിശ്വജിത്ത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. മറ്റു പെൺകുട്ടികളോടൊപ്പം ഇന്ദുലേഖയും ജോലിക്ക് കയറി. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെയായിരുന്നു ജോലി സമയം. വിവിധ നിറത്തിലും ഫാഷനിലുമുള്ള വസ്ത്രങ്ങൾ കണ്ടപ്പോൾ ഏതോ സ്വപ്ന ലോകത്താണ് നിൽക്കുന്നതെന്ന് അവൾക്ക് തോന്നി. ശമ്പളം കിട്ടിയിട്ട് വേണം കുറെ നല്ല ഡ്രസ്സുകൾ വാങ്ങാൻ. അവൾക്ക് ആ ജോലി നന്നായി ഇഷ്ടപ്പെട്ടു. ബന്ധുര വീട്ടിൽ വന്നതിന് ശേഷമേ ഇന്ദുലേക്ക് വരാൻ കഴിയുമായിരുന്നുള്ളൂ. കുറച്ചുകൂടെ നേരത്തെ വരാൻ പറ്റില്ലേ ഇന്ദു? ദേവകിയമ്മ ചോദിച്ചു. വരാൻ പറ്റും, പക്ഷെ വീട്ടിൽ തന്നെ ഇരിക്കണം. 7 മണിവരെ ജോലി ചെയ്യുന്നവരെ മതി അവിടെ, ഇന്ദുലേഖ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞു. അവൾ പുതിയ ജോലിയുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. പലപ്പോഴും ഇന്ദുലേഖ ബസ്സിൽ കയറി പോകുന്നത് വരെ വിശ്വജിത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കും. രാവിലെ വരുമ്പോഴും സ്റ്റുഡിയോയുടെ മുന്നിൽ വെച്ച് ഇന്ദുലേഖ കുറെ നേരം വിശ്വജിത്തുമായി സംസാരിക്കും. ഒരു ദിവസം വിശ്വജിത്ത് 2 ജോഡി ഡ്രസ്സ് അവൾക്ക് വാങ്ങി. ഇന്ദു, റെഡിമെയ്ഡ് സെക്ഷനിലൊക്കെ നിൽക്കുമ്പോ ഈ പഴഞ്ച സാരി ഒന്നും പോരാ. നല്ല ഡ്രസ്സ് ധരിച്ചു വേണം നിൽക്കാൻ. സെയിൽസ് ഗേൾ ആവുമ്പോ കസ്റ്റമേഴ്സിനെ വേഷത്തിലും നോട്ടത്തിലും ചലനത്തിനും എല്ലാം ആകർഷിക്കണം. ഇത് വാങ്ങ്. ശമ്പളം കിട്ടിയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങാൻ വിശ്വം, അവൾ പതിയെ പറഞ്ഞു. അത് സാരമില്ല, ഇനിയിപ്പോ ഇന്ദുന്റെ ചേച്ചി വല്ലവരും വാങ്ങി തന്നാണെന്ന് പറഞ്ഞ് കീറിക്കളയില്ല. ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിൽക്കുന്നവർക്ക് ഇവിടെ നിന്നും എന്ത് വേണമെങ്കിലും വാങ്ങാം. ശമ്പളത്തിൽ പിടിച്ചോളുമെന്ന് ഇന്ദുന്റെ ചേച്ചിക്ക് അറിയാം. അവൻ ആ പൊതി അവളെ ഏൽപ്പിച്ചു. അവൾ എതിർത്തില്ല. അവൾക്ക് പോകേണ്ട ബസ് വന്നപ്പോൾ അവൻ പറഞ്ഞു, നാളെ കുറച്ച് നേരത്തെ വരണം. ഈ ചുരിദാറൊക്കെ ഇട്ട് കുറെ ഫോട്ടോ എടുക്കണം. അവൾ തല കുലുക്കിയിട്ട് ബസ്സിൽ കയറി. പിറ്റേ ദിവസം രാവിലെ പുതിയ ചുരിദാർ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൃഷ്ണപ്രിയ ആരോടുന്നില്ലാതെ പിറുപിറുത്തു. ജോലിക്കാരിയാണെന്ന് പത്രാസ, ഇനിയിപ്പോ ആര് മേടിച്ചു തന്നാണെന്ന് ചോദിക്കില്ലല്ലോ. ദേവകിയമ്മ മിണ്ടാതെ നിന്നതേയുള്ളൂ.
ബന്ധുര അവൾ പോകുന്നത് നോക്കി നെടുവേർപ്പിട്ടു. താര സ്റ്റുഡിയോയുടെ മുന്നിൽ വിശ്വജിത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. സ്റ്റുഡിയോയുടെ ഒരു വശം മാത്രമേ തുറന്നിരുന്നുള്ളൂ. കൊള്ളാം, ബ്യൂട്ടിഫുൾ, നല്ലൊരു ഫിലിം ഡയറക്ടർ. ഇപ്പൊ കണ്ട അടുത്ത പടത്തിലെ ഹീറോയിൻ എന്തായിരിക്കും? വിശ്വജിത്ത് അവളെ പുകഴ്ത്തി. അവൾ ലജ്ജയോടെ തല താഴ്ത്തി. അവൻ എന്തിലേക്കും കൊട്ടി സ്റ്റുഡിയോയിലേക്ക് കയറി. വിവിധ പോസിലുള്ള അവളുടെ കുറെ ഫോട്ടോ എടുത്തു. വിശ്വജിത്ത് ശരീരത്തെ സ്പർശിച്ചപ്പോൾ വിദ്യുത് പ്രവാഹം കടന്നു പോയതുപോലെ അവൾക്ക് തോന്നി. ഏറെ നേരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾ പറഞ്ഞു, ഷോ, സമയം ഒരുപാടായി, ബൈക്ക് കയറിക്കോ, ഞാൻ കൊണ്ടുവിടാം. അവൾ എതിർത്തില്ല. ബൈക്ക് സ്റ്റാച്യു ജംഗ്ഷനിലൂടെ പോകുമ്പോൾ ഇന്ദുലേഖ ഒരു നടുക്കത്തോടെ മുഖം തിരിച്ചു. ഇതിന് സ്കൂട്ടറിൽ വരുന്ന ബാലചന്ദ്രൻ സർ. ബാലചന്ദ്രൻ സാറിന്റെ നോട്ടം ഇന്ദുലേഖയിൽ തറഞ്ഞു. വിശ്വം, വേഗം വിട്, ദാ ബാലചന്ദ്രൻ സാർ നോക്കുന്നുണ്ട്, അവൾ ഭയപ്പാടോടെ പറഞ്ഞു. എന്തിനെ പേടിക്കുന്നേ? അയാൾ എന്തിന്റെ കാര്യമല്ലല്ലോ. വിശ്വജിത്ത് അവളെ ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസിന് മുന്നിൽ ഇറക്കി. പിറ്റേ ദിവസം ഫോട്ടോയുടെ പ്രിന്റ് അവൾക്ക് കൊടുത്തു. അവൾ അത്ഭുതത്തോടെ ആ ഫോട്ടോയിലേക്ക് നോക്കി. ഈ ഫോട്ടോയുടെ ഒരു കോപ്പി ഏറ്റവും കൂടുതൽ സർക്കുലേഷനിലുള്ള ഒരു വാരികയ്ക്ക് മുഖചിത്രത്തിനായി കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ കണ്ടപ്പോ അവർക്കത് വേണമെന്ന് നിർബന്ധം. എന്തു ചെയ്യാനാ? അവൻ പറഞ്ഞു. യോ, വേണ്ടായിരുന്നു. സാരമില്ലല്ലേ. അവൾ ഫോട്ടോയും വാങ്ങിപ്പോയി. വീണ്ടും ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. അന്ന് ബന്ധുര കോളേജിലേക്ക് ചെല്ലുമ്പോൾ ബാലചന്ദ്രൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ടീച്ചർ ഒന്ന് വന്നേ, അതും പറഞ്ഞ് ബാലചന്ദ്രൻ സാർ ഓഫീസിലേക്ക് കയറി. പിന്നാലെ ബന്ധുരയും. ഇരിക്ക്, ബാലചന്ദ്രൻ സാർ കസേരയിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. ബന്ധുര അയാൾക്ക് അഭിമുഖമായിരുന്നു. അവൾക്ക് മുന്നിലേക്ക് ഒരു വാരിക അയാൾ നീക്കിവെച്ചു. അതിലെ കവർ ചിത്രം കണ്ട് ബന്ധുരയുടെ കണ്ണുകൾ തുറച്ചു. ഇന്ദുലേഖയുടെ ചിത്രം. ബന്ധുര സ്തബ്ധയായി. അവൾ ഏറെ നേരം ആ ഫോട്ടോയിലേക്ക് തറച്ചു നോക്കി നിന്നു. ബാലചന്ദ്രൻ ഒരു ബീഡി എടുത്ത് കത്തിച്ച് അലസമായി പുക ഊതിവിട്ടു. സാർ, ഇത്? അവൾ അമ്പരപ്പോടെ അയാൾക്ക് നേരെ നോട്ടം അയച്ചു. മാർക്കറ്റിൽ നാളെ ഇറങ്ങേണ്ട വാരികയാ. എന്റെ ഒരു കവിത ഉള്ളതുകൊണ്ട് പ്രസിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാ. ബാലചന്ദ്രൻ വീണ്ടും ബീഡിപ്പുക ഉള്ളിലേക്ക് എടുത്തു. ഇതിലെങ്ങനെ സാർ ഇന്ദുവിന്റെ ഫോട്ടോ വന്നത്? ബന്ധുര ചോദിച്ചു. അണിഞ്ഞുപോയ ബീഡിക്കുറ്റി ജനാലയിലൂടെ പുറത്തേക്ക് കളഞ്ഞിട്ട് ബാലചന്ദ്രൻ വാരികയിലെ പേജ് മറിച്ച് അവൾക്ക് നേരെ പിടിച്ചു. മുഖചിത്രം ഇന്ദുലേഖ. ഫോട്ടോ വി വിശ്വജിത്ത്, താര സ്റ്റുഡിയോ. ബന്ധുര മെല്ലെ വായിച്ചു. ഇത് ടൗണില് സ്റ്റാച്യു ജംഗ്ഷനടുത്തുള്ള സ്റ്റുഡിയോ അല്ലേ സർ? ഈ സ്റ്റുഡിയോയുടെ അടുത്തല്ലേ ഇന്ദു പഠിക്കുന്ന ഹൈടെക് കമ്പ്യൂട്ടേഴ്സ്? അതെ ടീച്ചറെ. ഇന്ദു ഇയാളും തമ്മിൽ എന്നും കാണുന്നത് കൊണ്ടുള്ള പരിചയമാകാം. പിന്നെ എന്തായാലും എന്തിനും ഇതിലൊക്കെ താല്പര്യമുണ്ടെന്ന് കൂട്ടിക്കോളൂ. ബാലചന്ദ്രൻ ഒന്ന് നിർത്തിയിട്ട് ഒരു ബീഡി കൂടെ എടുത്ത് ചുണ്ടിൽ വെച്ച് തീപ്പെട്ടി ഉരച്ച് കത്തിച്ചിട്ട് തുടർന്നു. എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അവര് തമ്മിൽ വെറും പരിചയമാണെന്ന് തോന്നണില്ല. കഴിഞ്ഞ ദിവസം അവന്റെ ബൈക്കിന് പിന്നിലിരുന്ന് യാത്ര ചെയ്യണത് ഞാൻ കണ്ടു. എന്തു എന്നെ കണ്ട് മുഖം ഒളിപ്പിക്കാൻ ഒരു പാശ്രമം നടത്തി. എന്റെ ഈശ്വര, ബന്ധുര നെഞ്ചിൽ കൈവച്ചു പോയി. അവന്റെ റെക്കമെൻഡില ഇന്ദുവിന് ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസിൽ ജോലി കിട്ടിയത്. ടീച്ചർ ഇപ്പൊ ഒന്നും അറിഞ്ഞതായി ഭാവിക്കണ്ട. പക്ഷെ സാറ് തുടക്കത്തിൽ തന്നെ നിർത്തിയില്ലേ കൂടുതൽ അപകടമാവില്ലേ? ബന്ധുരയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഏയ്, എന്താ ടീച്ചറെ, കൊച്ചുകുട്ടികളെ പോലെ. വികാരത്തെ വിവേകം കൊണ്ടാണ് കീഴ്പ്പെടുത്തേണ്ടത്. ടീച്ചർ കണ്ണു തുറക്കി. ബന്ധുര സാരി തലപ്പ് കൊണ്ട് കണ്ണും മുഖവും തുടച്ചു. ടീച്ചർ പോയിക്കോളൂ. ടീച്ചറ് എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, ബാലചന്ദ്രൻ പറഞ്ഞു. ബന്ധുര നിറഞ്ഞു പൊതിയ സങ്കടം ഉള്ളിലൊതുക്കി ഓഫീസ് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. അന്ന് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയ ബന്ധുര വേഷം പോലും മാറാതെ വല്ലാത്തൊരു തളർച്ചയോടെ കട്ടിലിൽ കയറി കിടന്നു. എന്തു പറ്റിയൊരു ബന്ധുരെ? മൂവന്തി നേരത്താണോ കിടക്കണത്? ദേവകിയമ്മ അടുത്തു വന്ന് ചോദിച്ചു. ചെറിയൊരു തലവേദന. അമ്മേ, കൃഷ്ണേ! അപ്പോഴേക്കും ഉറക്കെ വിളിച്ചുകൊണ്ട് ഇന്ദുലേഖ മുറ്റത്തു നിന്നും പൂമുഖത്തേക്ക് കയറി. കൃഷ്ണപ്രിയ വേഗം അവിടേക്ക് ചെന്നു. ദാ ഇത് കണ്ടോടി, നോക്ക്. ഇന്ദുലേഖ വർദ്ധിച്ച സന്തോഷത്തോടെ അവളുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു വന്ന വാരിക ഉയർത്തി കാണിച്ചു. കൃഷ്ണപ്രിയ അത് വാങ്ങി നോക്കി. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. ഇന്ദു ചേച്ചിയുടെ പുഞ്ചിരിക്കുന്ന മുഖം. നിലവിളക്ക് കൊളുത്തി മുഖമുയർത്തിയ ദേവകിയമ്മയുടെ നേരെ കൃഷ്ണപ്രിയ വാരിക നീട്ടി. തന്റെ മകളുടെ പടം. ദേവകി അത്ഭുത സ്തബ്ധയായി. ബന്ധുരേച്ചിയെ, ഇത് കണ്ടോ? കൃഷ്ണപ്രിയ വാരികയുമായി ബന്ധുരയുടെ അടുത്തേക്ക് ഓടി. ഇതെങ്ങനാ എന്തു നിന്റെ പടം ഇതിൽ വന്നത്? ദേവകിയമ്മ കടുപ്പിച്ച് ചോദിച്ചു. കാണാൻ ചന്തമുള്ള പെൺകുട്ടിയുടെ ഫോട്ടോയാ.
ആഴ്ച പതിപ്പിന്റെ ഫ്രണ്ട് പേജിൽ അച്ചടിക്കുന്നത്. നിസ്സാര മട്ടിൽ പറഞ്ഞിട്ട് ഇന്ദുലേഖ ഡ്രസ്സ് മാറാനായി അകത്തേക്ക് കയറി. അവൾ ബന്ധുരയെ ഗൗനിച്ചതേയില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ബന്ധുരയുടെ ചിന്ത മുഴുവൻ ഇന്ദുലേഖയെ കുറിച്ചായിരുന്നു. പട്ടണത്തിന്റെ മാസ്മരികതയിൽ തന്റെ അനുജത്തി മയങ്ങിപ്പോയിരിക്കുന്നു. യൗവനത്തിന്റെ ചോരത്തിളപ്പിൽ തെറ്റിലേക്ക് വഴുതി വീഴാൻ ഒരു ചെറുപ്പക്കാരനുമായി ഇത്ര അടുപ്പം മതി. പാടില്ല. പൂമംഗലത്തെ പെൺകുട്ടികളെ തെറ്റ് ചെയ്യാൻ പാടില്ല. ബന്ധുര പിറ്റേ ദിവസം പതിവിലും നേരത്തെ ട്യൂട്ടോറിയൽ കോളേജിലേക്ക് പോകാൻ ഇറങ്ങി. ഇന്ന് എന്റെ മോളെ നേരത്തെ? ദേവകിയമ്മ ചോദിച്ചു. അത്യാവശ്യമായി ഒരാളെ കാണാനുണ്ട്. ബന്ധുര മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. അവൾ നേരെ പോയത് താര സ്റ്റുഡിയോയിലേക്കാണ്. ബന്ധുരയ്ക്ക് വിശ്വജിത്തിനെ പരിചയമില്ലായിരുന്നു. സ്റ്റുഡിയോയിൽ 2-3 ചെറുപ്പക്കാർ ഇരിക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു, വിശ്വജിത്ത് ആരാ? ഞാനാണ്. ഫോട്ടോ എടുക്കാനാണെങ്കിൽ അകത്തേക്ക് വരൂ. അവൾ ആ ചെറുപ്പക്കാരനെ സൂക്ഷിച്ചു നോക്കി. ഫോട്ടോ എടുക്കാനല്ല. പിന്നെ? ഞാൻ ഇന്ദുലേഖയുടെ ചേച്ചിയാണ്, ബന്ധുര. വിശ്വജിത്ത് ആദ്യമൊന്ന് പതറി. പിന്നെ മുഖത്തെ ഭാവപ്പകർച്ച മറച്ചു വെച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. ഓ, ഇന്ദുലേഖ പറഞ്ഞിട്ടുണ്ട്. ആദ്യം മനസ്സിലായില്ല. ചേച്ചി ഇരിക്കാൻ എന്നതല്ല. ഇന്ദുവിന്റെ മുഖചിത്രം വാരികയിൽ പ്രസിദ്ധീകരിച്ചത് ആര് പറഞ്ഞിട്ടാണ്? ഇന്ദുലേഖ പറഞ്ഞിട്ട്. അപ്പോ ബൈക്കിന് പിന്നിലിരുത്തി ചുറ്റിക്കറങ്ങിയതും അവൾ പറഞ്ഞിട്ടാണോ? പെട്ടെന്ന് ബന്ധുര ചോദിച്ചു. എല്ലാം അറിഞ്ഞിട്ടാണ് ബന്ധുര വന്നിരിക്കുന്നതെന്ന് അവന് മനസ്സിലായി. അവൻ മൗനം പൂണ്ടതേയുള്ളൂ. നോക്ക് മിസ്റ്റർ, ഒരു പെണ്ണിന് ജോലി വാങ്ങിക്കൊടുത്തതിന്റെ പേരിൽ എന്ത് തോന്നിയാസവും കാണിച്ചു കൂട്ടാമെന്ന് കരുതരുത്. പാവപ്പെട്ടതാണെങ്കിലും അന്തസ്സോടെയാ ജീവിക്കുന്നത്. ഇനി ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ, പോലീസിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. ഒരു താക്കീത് പോലെ പറഞ്ഞിട്ട് ബന്ധുര പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. നിൽക്ക്. വിശ്വജിത്ത് പിന്നാലെ ചെന്നു. ഈ ചെറിയ ഓലപ്പടക്കം കാണിച്ച് വിശ്വജിത്തിനെ പേടിപ്പിക്കരുതേ. ഒത്തിരി അമിട്ട് കണ്ടവനാ ഞാൻ. അവൻ മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് അവൾക്ക് മുന്നിൽ ചെന്നു. ടീച്ചറെ, എന്നോട് ആവശ്യപ്പെട്ടിട്ടാ ജോലി വാങ്ങിക്കൊടുത്തത്. ബൈക്കിന് പിന്നിലിരുന്നതും അവൾക്ക് ഇഷ്ടമുണ്ടായിട്ടാ, അല്ലാതെ കെട്ടിവരിഞ്ഞിരുത്തിയതല്ല. ഇന്ദുലേഖ പ്രായപൂർത്തിയായ പെണ്ണ. അവളുടെ സമ്മതത്തോടെ എന്തെങ്കിലും ചെയ്താൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. പോലീസിനും പട്ടാളത്തിനും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ടീച്ചർ വന്ന വഴിയെ പോകണതാ നല്ലത്. എന്താ? ബന്ധുരയ്ക്ക് അതിന് മറുപടിയില്ലായിരുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്റ്റുഡിയോയിലുണ്ടായിരുന്ന ആരോ കമന്റ് പറഞ്ഞു. കല്യാണപ്രായം കഴിഞ്ഞിട്ടും മൂത്ത് നിറച്ച് വീട്ടിൽ തന്നെ ഇരിക്കുന്നതിന്റെ കുത്തല. ടീച്ചർക്ക് ഞാനൊരു ലിഫ്റ്റ് തരാം. ബന്ധുര തല തിരിച്ച് എല്ലാവരെയും കടുപ്പിച്ചൊന്ന് നോക്കിയിട്ട് ധൃതിയിൽ നടന്നു. ട്യൂട്ടോറിയൽ കോളേജിൽ അല്പം താമസിച്ചാണ് ചെന്നത്. എന്താ ടീച്ചറെ വൈകിയത്? ബാലചന്ദ്രൻ ചോദിച്ചു. ഞാൻ സ്റ്റുഡിയോയിൽ കയറി, അവനെ കണ്ടു. എന്നിട്ട് മേലിൽ ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ അവനത് നിസ്സാരമായി തള്ളിക്കളഞ്ഞു. വേണ്ടായിരുന്നു ടീച്ചറെ, തെറ്റ് നമ്മുടെ ഭാഗത്തല്ലേ. ഇന്ദു പ്രായപൂർത്തിയായ പെണ്ണ, അവളാണ് സൂക്ഷിക്കേണ്ടത്. കുറച്ചു നാളായിട്ട് ദേവേട്ടന്റെ ശല്യം ഇല്ലാതിരിക്കുമ്പോഴാ പുതിയൊരു തലവേദന. എനിക്ക് തോന്നുന്നത് ദേവേട്ടനേക്കാൾ പേടിക്കേണ്ടത് ഇവനെയാണെന്നാ, വിശ്വജിത്തിനെ. അവൾ പാരവശ്യത്തോടെ പറഞ്ഞു. ഇനി 4-5 മാസത്തേക്ക് ദേവനാരായണന്റെ ശല്യം ഉണ്ടാവില്ല. ഏതോ അടിപിടി കേസിൽ 6 മാസത്തെ തടവിന് ജയിലില്ല. ആ, ടീച്ചർ ക്ലാസ്സിലേക്ക് ചെല്ല്. ഇന്ദുവിനെ സാവധാനം പറഞ്ഞ് മനസ്സിലാക്കാം. ബാലചന്ദ്രൻ ഓഫീസ് മുറിയിലേക്ക് കയറി. ബന്ധുര ക്ലാസ് റൂമിലേക്കും. അന്നവൾക്ക് പഠിപ്പിക്കുവാൻ യാതൊരു താല്പര്യവും തോന്നിയില്ല. എങ്ങനെയും വൈകുന്നേരം വരെ കഴിച്ചു കൂട്ടുകയായിരുന്നു. വീടുകളിലെ ട്യൂഷനും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ പൂമുഖത്ത് ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന ഇന്ദുലേഖയാണ് കണ്ടത്. താൻ സ്റ്റുഡിയോയിൽ ചെന്ന വിവരം അറിഞ്ഞിട്ടാണ് ഇന്ദുലേഖ വന്നിരിക്കുന്നതെന്ന് ബന്ധുരയ്ക്ക് മനസ്സിലായി. അവൾ അത് ഗൗനിക്കാതെ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും ഇന്ദുലേഖ പാഞ്ഞെടുത്തു. ബന്ധുരേച്ചി രാവിലെ ഒരുങ്ങി പോകുന്നത് ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കാനാണോ അതോ ഏഷ്ണി പറഞ്ഞ് എന്റെ ജോലി കളയാനോ? ഇന്ദുലേഖ ശബ്ദമുയർത്തി ചോദിച്ചു. ഇന്ദു, നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ താര സ്റ്റുഡിയോയിൽ പോയി വിശ്വജിത്തിനെ കണ്ടു. അതിലെന്താ തെറ്റ്? ബന്ധുര തീരെ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. സ്റ്റുഡിയോയിൽ പോകാനും വിശ്വജിത്തിനോട് തട്ടിക്കയറാനും ചേച്ചിക്ക് എന്താ അവകാശം? ഇന്ദുലേഖയ്ക്ക് കോപമടക്കാനായില്ല. നിന്റെ ചേച്ചി ആയതുകൊണ്ട്. എന്താ, അതൊരു അവകാശമല്ലേ? ഞാൻ ജോലിക്ക് പോണതും നന്നായി നടക്കണതും ചേച്ചിക്ക് സൂഹിക്കണില്ല. വീക്കിലിൽ എന്റെ ഫോട്ടോ അച്ചടിച്ച് വന്നപ്പോ അസൂയ കൂടി. അതുകൊണ്ടാ അവകാശം പറഞ്ഞ് എന്റെ ജോലി കളയാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. മേലിൽ അവരവരുടെ കാര്യം നോക്കിയാ മതി, എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഇന്ദുലേഖ അറുത്തുമുറിച്ച് പറഞ്ഞു. അപ്പോഴേക്കും ശബ്ദം കേട്ട് ദേവകിയമ്മയും കൃഷ്ണപ്രിയയും പൂമുഖത്തേക്ക് വന്നു. എന്താ നാമം ജപിക്കണ നേരത്തെ ബഹളം?
ദേവകി അമ്മ ഇരുവരെയും നോക്കി ദേഷ്യപ്പെട്ടു. എനിക്ക് ജോലി വാങ്ങിത്തന്ന ആളോട് വഴക്കുണ്ടാക്കാൻ ചേച്ചിക്ക് എന്താ കാര്യം? അവരുടെയൊക്കെ മുന്നിൽ നാണം കെട്ടത് ഞാനാ. മേലും എന്റെ കാര്യത്തിൽ ചേച്ചി ഇടപെടണ്ട, ഇന്ദുലേഖ പറഞ്ഞു. ബന്ധുര ഒന്ന് രണ്ട് നിമിഷം നിശബ്ദം നിന്നു. പിന്നെ ഇന്ദുലേഖയെ തറപ്പിച്ചു നോക്കി. നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു അധികാരവുമില്ലേടി? പറയടി, ഞാൻ എന്റെ ആരാണെന്ന്? ബന്ധുര കോപതാപങ്ങളാൽ ജ്വലിച്ചു. ബന്ധുരേച്ച് കൂടുതലൊന്നും പറയണമെന്നില്ല. ഇന്ദുലേഖ പ്രതിരോധത്തിന് തയ്യാറെടുത്തു. ബാലചന്ദ്രൻ സാറ് പറയണത് കേട്ടല്ലേ ചേച്ചി ഇവിടെ കിടന്ന് തൊള്ളണത്? ബാലചന്ദ്രൻ സാറും ചേച്ചിയും തമ്മിലുള്ള ഒളിച്ചുകളി നാട്ടിൽ പാട്ടായതല്ലേ? ചോറായ ചോറ് മുഴുവൻ രണ്ടാളം കുറിച്ച് അശ്ലീല വാൾപോസ്റ്റർ വരെ ഇറങ്ങിയതല്ലേ? ബാലചന്ദ്രൻ സാറിന്റെ വീട്ടുകാര് ഇതേ ചൊല്ലി വഴക്കുണ്ടാക്കിയതല്ലേ? ആരും ഒന്നും അറിഞ്ഞില്ലാന്ന് കരുതിയോ? പൂച്ച പാലെടുക്കുന്നത് പോലെ വൃത്തികേടെല്ലാം കാട്ടിക്കൂട്ടിട്ട് ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ഇന്ദുലേഖ ഈറ്റപ്പലിയെ പോലെ ചീറി. ബന്ധുരയുടെ നാവടഞ്ഞുപോയി. ബാലചന്ദ്രൻ സാറിന്റെയും ചേച്ചിയുടെയും കഥയൊക്കെ അങ്ങാടിപ്പാട്ടാ. അതൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടിട്ട് വല്ലവരുടെ മെക്കിട്ട് കയറുക. ആദ്യം സ്വയം നന്നാവാൻ നോക്ക്. ഇന്ദുലേഖ പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് പോയി. ഇന്ദുലേഖയുടെ വാക്കുകൾ മൂർച്ചയുള്ള അസ്ത്രങ്ങളായി ബന്ധുരയുടെ ഹൃദയം കീറി മുറിച്ചു. അസഹ്യമായ വേദനയാൽ അവൾ പിടഞ്ഞു. കണ്ണുകളിൽ നിന്നും ഉറവ് പൊട്ടിയൊഴുകി. തേങ്ങലിന്റെ നേർത്തൊരു ചീള് ചിതറി വീണു. തേങ്ങൽ പൊട്ടിക്കരച്ചിലാവുമെന്ന് തോന്നിയപ്പോൾ ബന്ധുര മുറിക്കുള്ളിലേക്ക് ഓടി. പിന്നെ കട്ടിലേക്ക് തളർന്നു വീണു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ഇന്ദുലേഖ ബന്ധുരയോട് മിണ്ടാതെയായി. ബന്ധുരയോടുള്ള വാശി തീർക്കാൻ എന്നോണം പുതിയ പുതിയ ഫാഷനുകളുള്ള ഡ്രസ്സുകൾ ധരിക്കുകയും അണിഞ്ഞൊരുങ്ങി വിശ്വജിത്തിനോടൊപ്പം ഒഴിവ് സമയങ്ങളിൽ കോഫി ഹൗസിലും പാർക്കിലും സിനിമാ തിയേറ്ററുകളിലുമൊക്കെ ചുറ്റിക്കറങ്ങി. ബാലചന്ദ്രൻ സാർ കൂടെ കൂടെ അവളെ ഓർമ്മിപ്പിച്ചു. ടീച്ചറെ, ഇന്ദുലേഖയുടെ പോക്ക് അതിര് വിടുകയാണെന്ന് തോന്നുന്നു. ഒന്ന് കടിഞ്ഞാടേണ്ടത് നല്ലതാ. എല്ലാം എനിക്കറിയാം ബാലചന്ദ്രൻ സാറേ. പക്ഷെ ഇപ്പൊ ആര് പറഞ്ഞാലും അനുസരിക്കാത്ത അവസ്ഥയിലാ അവൾ. സങ്കടങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കാനേ എനിക്ക് കഴിയൂ സർ. അവളുടെ കണ്ണു നിറഞ്ഞു. ട്യൂട്ടോറിയൽ കോളേജിലെ സഹപ്രവർത്തകരും ഇന്ദുലേഖയെ കുറിച്ച് മോശമായി പറയാൻ തുടങ്ങിയപ്പോൾ ബന്ധുര ആകെ തകർന്നുപോയി. അന്ന് രാത്രി കിടക്കാൻ നേരം ബന്ധുര അനുജത്തിയെ വിളിച്ചു. ഇന്ദു, തീരെ ഇഷ്ടമല്ലാത്ത തരത്തിൽ അവൾ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. എന്നോടുള്ള വിരോധം തീർക്കാനാണ് അവനുമായി നീ കറങ്ങി നടക്കണതെങ്കിൽ വേണ്ട മോളെ, എന്നെ നീ ഓർക്കണ്ട. പക്ഷെ മരിച്ചുപോയ നമ്മുടെ അച്ഛൻ, ജീവിച്ചിരിക്കുന്ന അമ്മ, നമ്മുടെ കുഞ്ഞനുജത്തി കൃഷ്ണ, അവരെ ഓർത്തെങ്കിലും. ബന്ധുര വിങ്ങിപ്പൊട്ടി. മോളെ ഇന്ദു, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കീഴടക്കി തന്നെയാ, മറക്കണ്ട. ഞാൻ എല്ലാ കുട്ടിയൊന്നല്ല. എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യണ്ടെന്നും എനിക്കറിയാം. ഇന്ദുലേഖ പറഞ്ഞതും മൂടിപ്പതിച്ച് തിരിഞ്ഞു കിടന്നു. മൂക കരയാനെ ബന്ധുരയ്ക്ക് കഴിഞ്ഞുള്ളൂ. പിറ്റേ ദിവസം വിശ്വജിത്തിനെ കണ്ടപ്പോൾ ഇന്ദുലേഖ പറഞ്ഞു, വിശ്വം, നമ്മുടെ ബന്ധം നാട്ടിലൊക്കെ പാട്ടായി കഴിഞ്ഞു. ഇന്നലെയും ബന്ധുരേച്ചി എന്നെ വഴക്ക് പറഞ്ഞു. കെട്ടുപ്രായം കഴിഞ്ഞിട്ടും മൂത്ത് നരച്ചു നിൽക്കണതിന്റെ ദേഷ്യ നിന്റെ ചേച്ചിക്ക്. നീ അതൊന്നും കാര്യാക്കണ്ട. എത്ര നാളാ ഇങ്ങനെ ശകാരം കേൾക്കണത്? വിശ്വ എന്റെ കഴുത്തിൽ ഒരു താലിച്ചും കെട്ടിയാ മതി, പിന്നെ ആരും ഒന്നും പറയില്ലാലോ. വിശ്വജിത്ത് ഒന്ന് രണ്ട് നിമിഷം മൗനം പൂണ്ടു. പിന്നെ മെല്ലെ പറഞ്ഞു, ഇന്ന് എനിക്ക് ഒന്ന് രണ്ട് പ്രോഗ്രാം ഉണ്ട്. നാളെ രാവിലെ വരണം. എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഭാവിയെ കുറിച്ചാ. നാളെ ഞായറാഴ്ചയല്ലേ? അതിനെന്താ? കടയിൽ ജോലി ഉണ്ടെന്ന് വീട്ടിൽ പറഞ്ഞാ മതി. ഞാൻ കാത്തിരിക്കും. എന്താ, വരില്ലേ? വരാം. വിശ്വജിത്ത് ബൈക്കിൽ കയറി പാഞ്ഞുപോയി. പിറ്റേ ദിവസം ഇന്ദുലേഖ സ്റ്റുഡിയോയിൽ ചെന്നു. അന്ന് സ്റ്റുഡിയോ അവധിയായതുകൊണ്ട് പിൻവശത്തെ വാതിൽ മാത്രമേ തുറന്നിരുന്നുള്ളൂ. ഇന്ദുലേഖ സ്റ്റുഡിയോയിലേക്ക് കയറിയതും വിശ്വജിത്ത് വാതിലടച്ചു. വരൂ. അവൻ അവളെയും കൂട്ടി അകത്തെ മുറിയിലേക്ക് പോയി. അവളുടെ സാമീപ്യം അവനെ ലഹരി പിടിപ്പിച്ചു. വിശ്വം, നമ്മുടെ ഭാവിയെപ്പറ്റി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. ഏറെ നേരം കഴിഞ്ഞിട്ടും വിശ്വജിത്ത് ഒന്നും മിണ്ടാതിരുന്നപ്പോൾ അവൾ ചോദിച്ചു, ഒത്തിരി പറയാനുണ്ട്. പക്ഷെ എന്റെ സുന്ദരി ഇങ്ങനെ അടുത്തുള്ളപ്പോ വാക്കുകൾ കിട്ടുന്നില്ല മോളെ. അവൻ വികാരധീനനായി. ഇന്ദു. വിശ്വജിത്ത് അവളെ മെല്ലെ ചുറ്റിപ്പിടിച്ചു. പിന്നെ ആ ചുണ്ടിൽ ഒരു നറുചുംബനം നൽകി. ഇന്ദുലേഖ കോരിത്തരിച്ചു. അവൻ അവളെ ഇറുകെ പുണർന്നു. പിന്നെ സോഫയിലേക്ക് അവളെ കിടത്തി. അവന്റെ കൈകൾ അവളുടെ ശരീരത്തെ കുസൃതി കാണിച്ചപ്പോൾ അവൾ തടഞ്ഞു. ഇപ്പൊ ഒന്നും വേണ്ട വിശ്വം, എല്ലാം കല്യാണം കഴിഞ്ഞിട്ട് മതി. എന്നാണേലും നമ്മൾ കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ, പിന്നെന്താ?
കുറച്ചു നാൾ കൂടി നീ കാത്തിരുന്നാ മതി. അവൻ അവളെ ഇറുകെ പുണർന്നു. ഇന്ദുലേഖ പിന്നെ എതിർത്തില്ല. അവളും വികാരവേശയായി. അന്ന് പുതിയൊരു അനുഭൂതിയോടെയാണ് ഇന്ദുലേഖ വീട്ടിലേക്ക് പോയത്. വീണ്ടും ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. വിശ്വജിത്തും ഇന്ദുലേഖയും തമ്മിലുള്ള ബന്ധം തുടർന്നുകൊണ്ടിരുന്നു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. രാവിലെ കിണറിനടുത്ത് വാഴച്ചോട്ടിലിരുന്ന് ഇന്ദുലേഖ ഛർദ്ദിക്കുന്നത് കണ്ടുകൊണ്ടാണ് ദേവികമ്മ ഓടിച്ചെന്നത്. എന്തു പറ്റിയത് ഇന്ദു? അറിയില്ല. അവൾ വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങി. ബന്ധുരയും അത് കണ്ട് അവിടേക്ക് ചെന്നു. എന്തു പറ്റി അമ്മേ? ഇന്ദു ഛർദ്ദിക്കണോ? ദഹനക്കേടായിരിക്കും. ബന്ധുര സംശയത്തോടെ ഇന്ദുലേഖയെ നോക്കി. ആ നോട്ടത്തെ നേരിടാനാവാതെ അവൾ വീട്ടിനുള്ളിലേക്ക് ഓടി. ബന്ധുര പിന്നാലെ ചെന്നു. ഇന്ദു, അവൾ ശബ്ദം താഴ്ത്തി വിളിച്ചു. ഇന്ദുലേഖ ഒരു ഞെട്ടലിൽ തല ഉയർത്തി. സത്യം പറ, നിനക്ക് എന്തു പറ്റി? ബന്ധുരേച്ചി, ഞാൻ ഞാൻ ഗർഭിണിയാണ്. ഇന്ദു! ബന്ധുര നടുങ്ങി വിറച്ചു. പൂമംഗലം തറവാട് മരണ വീട് പോലെയായി. ചതിച്ചല്ലുണ്ട് പറശ്ശിനിക്കടവ് മുത്തപ്പാ. ദേവികമ്മ മാറത്തലച്ച് കരഞ്ഞു. ഇങ്ങനൊരു ദുർഗതി തന്റെ മക്കൾക്കുണ്ടാവുന്ന സ്വപ്നേപ്പി കരുതിയതല്ല. തന്റെ 3 പെമ്മക്കളെ കുറിച്ചും നാട്ടുകാർക്ക് നല്ലത് മാത്രമേ ഇതുവരെ പറയാനുണ്ടായിരുന്നുള്ളൂ. പലരും സ്വന്തം മക്കളെ ഉപദേശിക്കുന്നത് പോലും പൂമംഗലത്തെ പെൺകുട്ടികളെ ചൂണ്ടിയായിരുന്നു. കേശവൻ നായരുടെ മക്കളെ കണ്ടുപിടിക്ക്. ഇത്രയും അടക്കം ഒതുക്കമുള്ള പെൺകുട്ടികള് വേറുണ്ടോ? ദേവകിയമ്മയും ബാക്കിയുള്ളോളാ. ഇതുപോലെ സ്വഭാവ ഗുണമുള്ള പെൺമക്കളെ പ്രസവിക്കുന്നതില് സുഹൃതം ചെയ്യണം. അത് കേൾക്കുമ്പോ അഭിമാനം തോന്നിയിരുന്നു. തെല്ല അഹങ്കാരവും. ഒരു ആന്തരിയില്ലാത്ത ദുഃഖമുണ്ടാകുമ്പോഴൊക്കെ കേശോട്ടൻ ആശ്വസിപ്പിക്കാറുള്ളത് ദേവികമ്മ ഓർത്തു. സാരല്ലേ ദേവു, അതോർത്ത് നീ എന്തിനാ വിഷമിക്കണേ? ഒരു ആൺകുട്ടി ഉണ്ടായിട്ട് അവൻ വഴിവഴിച്ചു പോയിരുന്നെങ്കിലോ? ഒരു ജന്മം മുഴുവൻ നമ്മൾ കണ്ണീരൊഴുക്കേണ്ടി വരില്ലായിരുന്നോ? ഇപ്പോ നമുക്ക് 3 പെൺമക്കളായാലും എന്താ? പട്ടിണിയായാലും മനസമാധാനത്തോടെ ഉറങ്ങാലോ. ആ മനസമാധാനമാണ് ഒരു നിമിഷം കൊണ്ട് ചില്ലുകൊട്ടാരം പോലെ തകർന്നുടഞ്ഞിരിക്കുന്നത്. കേശോട്ടന് മനസമാധാനത്തോടെ ഉറങ്ങാം. ഒരിക്കലും ഉറങ്ങാത്ത ഗാഠനിദ്രയിലാണല്ലോ കേശോട്ടൻ. പക്ഷെ ജീവിച്ചിരിക്കുന്ന തനിക്കോ? ഓർത്തപ്പോൾ നെഞ്ച് പൊട്ടിപ്പിളരുന്നത് പോലെ തോന്നി. ഇന്നലെ വരെ മക്കളെ ഓർത്ത് അഭിമാനം കൊണ്ട് താൻ ഇനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? ദേവികമ്മ മനമുരുകി കരഞ്ഞുകൊണ്ടേയിരുന്നു. ബന്ധുര ഏറെ നേരം ഒരു ജീവച്ഛവം പോലെ ഇരുന്നു. അപകടം മണത്തപ്പോഴൊക്കെ ബാലചന്ദ്രൻ സർ സൂചന തന്നതാണ്. താൻ ഇന്ദുലേഖയെ നേർവഴിക്ക് തിരിക്കാനും ശ്രമിച്ചതാണ്. പക്ഷെ തന്റെ അനുജത്തി തന്നെ തോൽപ്പിച്ചിരിക്കുന്നു. ബന്ധുരയുടെ മനസ്സ് അലറി ഇളകുന്ന കടലായി. തിരമാലകൾ ആർത്തിരമ്പുകയാണ്. പൂമംഗലം തറവാടിന്റെ പതനം തുടങ്ങിക്കഴിഞ്ഞുവെന്ന് അവൾക്ക് തോന്നി. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ പ്രതിസന്ധിയിൽ തനിക്ക് കരുത്താകുമായിരുന്നു. ഇന്ന് ഈ തറവാട്ടിൽ ഒരു തീരുമാനമെടുക്കാൻ തനിക്കൊരു കൈത്താങ്ങില്ല. ബന്ധുര ഏറെ നേരം മൗനം പൂണ്ടിരുന്നു. അമ്മയുടെയും കൃഷ്ണപ്രിയയുടെയും തേങ്ങൽ അടുത്ത മുറിയിൽ നിന്നും കേൾക്കാം. അവരെ പോലെ തനിക്ക് കരഞ്ഞ് സമയം കളയാനാവില്ല. ബന്ധുര ഒരു തീരുമാനത്തിലെത്തിയിട്ടെന്നോണം ഇന്ദുലേഖയുടെ അടുത്തേക്ക് ചെന്നു. അവൾ കാൽമുട്ടുകളിൽ മുഖം പൂഴ്ത്തി വിങ്ങി വിങ്ങി കരയുകയായിരുന്നു. അവളെ നോക്കി നിന്നപ്പോൾ ആദ്യം ദേഷ്യമാണ് ഉണ്ടായത്. പക്ഷെ ഇവിടെ ശാന്തതയാണ് വേണ്ടത്. ഇന്ദു! ബന്ധുര ശബ്ദം താഴ്ത്തി വിളിച്ചു. ഇന്ദുലേഖ ഒരു നടുക്കത്തിൽ മുഖമുയർത്തി. വരാനിരിക്കുന്ന ദുരന്തം മുൻകൂട്ടി കണ്ടവളാണ് ഞാൻ. നിനക്ക് ഞാൻ മുന്നറിയിപ്പ് തരികയും ചെയ്തതാണ്. നീ കേട്ടില്ല. കേട്ടില്ല എന്ന് മാത്രമല്ല, മറിച്ച് എന്നോട് നിനക്ക് ഒരു തരം ശത്രുതയാണ് ഉണ്ടായത്. എനിക്കത് സങ്കടമൊന്നുമില്ല. പക്ഷേ തെറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് നീ ആലോചിക്കണമായിരുന്നു. നമ്മുടെ അച്ഛനെ കുറിച്ച്, ജീവിച്ചിരിക്കുന്ന നമ്മുടെ അമ്മയെ കുറിച്ച്, നമ്മുടെ കുഞ്ഞനുജത്തി കൃഷ്ണയെ കുറിച്ച്. ബന്ധുരയുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഒരു തേങ്ങൽ ചിതറി വീണു. വാക്കുകൾ കിട്ടാതെ അവൾ കിതച്ചു. ബന്ധുരേച്ചി! മോളെ ഇന്ദു, ഈ കുടുംബത്തിനൊരു ചീത്തപ്പേരുണ്ടായ പിന്നെ നമ്മുടെ അമ്മ ജീവിച്ചിരിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഈ ഞാൻ ജീവിച്ചിരിക്കുന്ന കരുതുന്നുണ്ടോ? കൃഷ്ണനെ തനിച്ചാക്കി ഞങ്ങൾ 2 ആൾ മാത്രമായി നമ്മുടെ അച്ഛന്റെ അടുത്തേക്ക് പോകുമെന്നും നീ കരുതുന്നുണ്ടോ? ബന്ധുരയുടെ ചോദ്യം കേട്ട് ഇന്ദുലേഖ നടുങ്ങി. താൻ കാരണം അമ്മയും ബന്ധുരേച്ചിയും കൃഷ്ണയും. ഈശ്വര! അവള് നെഞ്ചിൽ കൈവച്ചു പോയി. ബന്ധുരേച്ചി, വിശ്വ എന്നെ ചതിക്കില്ല. എന്നെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. ഇന്ദുലേഖ പെട്ടെന്ന് പറഞ്ഞു. ഒരു പെണ്ണിനെ അയസ്താക്കാൻ ഒരു വാക്ക് കൊടുക്കണതാണോ ഇത്ര വലിയ കാര്യം? മുദ്രപത്രത്തിലൊന്നും എഴുതി തന്നിട്ടില്ലാലോ. വെറുമൊരു ഉറപ്പല്ലേ ഉള്ളൂ. നാളെ അത് മാറ്റി പറയാൻ പാടില്ലാന്നുണ്ടോ? ബന്ധുര ചോദിച്ചു. വിശ്വം ചതിക്കില്ല ബന്ധുരേച്ചി. എന്നെ അത്രയ്ക്ക് ഇഷ്ടാ. അവൾ തീർത്തു പറഞ്ഞു. സ്റ്റുഡിയോ അയാളുടെ സ്വന്തമാണോ? അതെ ചേച്ചി.
വലിയ പണക്കാരനാ. ബന്ധുര ഊറിച്ചിരിച്ചു. പണക്കാരനായതുകൊണ്ടാണോ നീ അവനെ സ്നേഹിച്ചത്? ഇന്ദുലേഖ അതിന് മറുപടി പറഞ്ഞില്ല. എന്തായാലും നാളെ അവനെ ഞാൻ കാണാം. അവന്റെ തീരുമാനം അറിഞ്ഞിട്ട് വീട്ടുകാരുമായി ആലോചിക്കാം. ബന്ധുര തിരിഞ്ഞു നടന്നു. ഇന്ദുലേഖയ്ക്ക് ആശ്വാസമായി. ഒരു പൊട്ടിത്തെറിയില്ലാതെ കാര്യങ്ങൾ അവസാനിച്ചു. ബന്ധുര അമ്മയുടെ അടുത്തേക്ക് ചെന്നു. ദേവകി അമ്മ അപ്പോഴും തലേണയിൽ മുഖം പൊഴുതി വിതുമ്പി കരയുകയായിരുന്നു. കട്ടിലിൽ തൊട്ടടുത്ത് കൃഷ്ണപ്രിയയും ഉണ്ടായിരുന്നു. ബന്ധുര ഏറെ നേരം അമ്മയെ നോക്കി നിന്നു. പാവ അമ്മ ആകെ തകർന്നിട്ടുണ്ടാവും. അവൾ മെല്ലെ കട്ടിലിലിരുന്നു. അമ്മേ. ദേവകി അമ്മ തല തിരിച്ച് അവളെ ഒന്ന് നോക്കി. അപ്പോഴേക്കും നിയന്ത്രണം തകർന്നുപോയി. എന്റെ മോളെ, നമ്മൾ എന്ത് ചതിച്ചല്ലോടി, ഈ കുടുംബം തകർത്തല്ലോ. ദേവകി അമ്മയുടെ കരച്ചിൽ ഉച്ചത്തിലായി. അമ്മ കരയരുത്, ദൈവം നമ്മളെ കൈവിടില്ലാന്ന് സമാധാനിക്കമ്മേ. അത്രയ്ക്ക് വലിയ പാപമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ബന്ധുര അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവരുടെ ദുഃഖം ഏറി വന്നതേയുള്ളൂ. മക്കളുടെ ഭാവിയിൽ ആശങ്കയുള്ള ഏതൊരു അമ്മയുടെയും അവസ്ഥ ഇത് തന്നെയാണെന്ന് ബന്ധുരയ്ക്ക് മനസ്സിലാവുമായിരുന്നു. കുറച്ചു കരഞ്ഞാൽ അമ്മയുടെ സങ്കടം ലേശമൊന്ന് ശമിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ബന്ധുര മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. രാത്രി കിടക്കുമ്പോൾ ബന്ധുര ചിന്തിച്ചത് വിശ്വജിത്ത് ഇന്ദുലേഖയെ സ്വീകരിക്കുമോ എന്നതായിരുന്നു. അവൻ ഇന്ദുവിനെ തള്ളി പറഞ്ഞാൽ? ബന്ധുര വല്ലാതെ ഒന്ന് നടുങ്ങി. നേരം പുലർന്നു. രാവിലത്തെ കുട്ടികളുടെ ട്യൂഷൻ കഴിഞ്ഞ് ട്യൂട്ടോറിയൽ കോളേജിലേക്ക് പോകാനായി സാരി മാറുമ്പോ ദേവിക അമ്മ മുറിയിൽ ചെന്നു. എന്താ മോളെ തീരുമാനം? നാണം കെട്ട് ഈ അമ്മ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. ദേവകി അമ്മ നേരത്തെ തേങ്ങലോടെ പറഞ്ഞു. അമ്മ ഭയപ്പെടുന്നത് പോലെ ഒന്നുമില്ല. ഇന്ദു ഇന്ന് അവനെ ചെന്ന് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം. അതുവരെ അമ്മയും കൃഷ്ണി അവളോട് കാര്യത്തൊന്നും പറയണ്ട. ദേവകി അമ്മ നീതിന്റെ കോന്തല കൊണ്ട് കണ്ണു തുടച്ചു. ബന്ധുര പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇന്ദുലേഖയോടായി പറഞ്ഞു. രാവിലെ തന്നെ വിശ്വജിത്തിന് ചെന്നുകൊണ്ട് തീരുമാനം എടുത്തിട്ട് വരാവൂ. ഏറെ നാൾ മൂടിവെക്കാവുന്ന കാര്യമൊന്നുമല്ല കാട്ടിക്കൂട്ടിരിക്കുന്നതെന്ന് ഓർമ്മ വേണം. അവൾ ഒന്ന് നിർത്തിയിട്ട് തുടർന്നു. പിന്നെ ഇന്നു മുതൽ നീ ജോലിക്കും പോകണ്ട. തീരുമാനം അറിഞ്ഞിട്ട് കമ്പ്യൂട്ടർ പഠിക്കാനും പോയാൽ മതി. ബന്ധുര വേഗം മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. ഇന്ദുലേഖ മറുത്തൊന്നും പറഞ്ഞില്ല. വിശ്വജിത്തിന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് ബാലചന്ദ്രൻ സാറിന്റെ വിവരം അറിയിച്ചാൽ മതിയെന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് കോളേജിൽ ചെന്നിട്ടും ബന്ധുര ബാലചന്ദ്രൻ സാറിനോട് വിവരമൊന്നും പറഞ്ഞില്ല. വിശ്വജിത്തിനെ കാണാനായി അണിഞ്ഞൊരുങ്ങുമ്പോൾ ഇന്ദുലേഖയ്ക്ക് വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു. ഇന്നു മുതൽ ജോലിക്ക് മാത്രമല്ല കമ്പ്യൂട്ടർ പഠിക്കാനും പോകാനാവില്ല. തന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബന്ധുരേച്ചിയെ അനുസരിക്കാനേ കഴിയൂ. അവൾ വർദ്ധിച്ച ദുഃഖത്തോടെ പുറത്തേക്കിറങ്ങി. താര സ്റ്റുഡിയോ തുറന്നിരിക്കുന്നത് തെല്ലകലെ വെച്ച് അവൾ കണ്ടു. ഇന്ദുലേഖയുടെ നെഞ്ചിരിപ്പിന് വേഗതയേറി. മനസ്സ് വല്ലാതെ തുടികെട്ടി. അവൾ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുമ്പോ 3-4 പേർ അവിടെ ഉണ്ടായിരുന്നു. എടാ വിശ്വം, എന്താ നിന്റെ ദമയന്തി വന്നിരിക്കുന്നു, ഒരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു. ഡാർക്ക് റൂമിലായിരുന്ന വിശ്വജിത്ത് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇന്ദുലേഖയെ കണ്ട് അവന്റെ കണ്ണുകൾ തിളങ്ങി. ഓരോ ദിവസം കൂടുന്തോറും അവളുടെ സൗന്ദര്യം വർദ്ധിക്കുകയാണെന്ന് അവന് തോന്നി. സ്റ്റുഡിയോയിലുണ്ടായിരുന്ന ചെറുപ്പക്കാരുടെ കണ്ണുകളും കൊതിയോടെ അവളുടെ സൗന്ദര്യം ഒത്തിക്കുടിക്കുകയായിരുന്നു. എന്താ എന്തു? വിശ്വജിത്ത് ചോദിച്ചു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, ഇന്ദുലേഖ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അത്യാവശ്യമായിട്ട് കുറച്ച് പ്രിന്റ് എടുക്കാനുണ്ട്. ഇന്ദു ഉച്ചയ്ക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ വരുമ്പോ ഞാൻ ഫ്രീ ആകാം. പോരാ, അതിലും അത്യാവശ്യമുള്ള കാര്യമാ പറയാനുള്ളത്. തന്നെയുമല്ല, ഇനി മുതൽ ജോലിക്കും കമ്പ്യൂട്ടർ പഠിക്കാനും പോകണ്ടെന്നാ മധുരേച്ചി പറഞ്ഞിരിക്കുന്നത്. വിശ്വജിത്ത് അവളെ സംശയത്തോടെ നോക്കി. എനിക്ക് പോകാൻ ധൃതിയുണ്ട് വിശ്വം. അവൾ തിടുക്കം കൂട്ടി. ഇവക്ക് കാര്യമായ എന്തോ പറയാനുണ്ടെന്ന് അവന് മനസ്സിലായി. അകത്തിരിക്കാം. അവൻ അകത്തേക്ക് നടന്നു. പിന്നാലെ ഇന്ദുലേഖയും. ഇന്ദു എന്താണെന്ന് വേഗം പറയ്. ജിജ്ഞാസയായിരുന്നു അവന്റെ വാക്കുകളിൽ. ഇന്ദുലേഖ 2 നിമിഷത്തെ മൗനത്തിന് ശേഷം ശബ്ദിച്ചു. ഞാൻ ഗർഭിണിയാണ് വിശ്വം. അവള് തീരെ പതിഞ്ഞ ശബ്ദത്തിലാണ് പറഞ്ഞതെങ്കിലും വല്ലാത്തൊരു പ്രകമ്പനമായി അവന്റെ കാതുകളിൽ പതിച്ചു. ഇന്ദു, നീ പറയണത് സത്യം. ഞാൻ ഒരമ്മയാകാൻ പോകുന്നു. വിശ്വം ഒരച്ഛനും. അവൾ ഋതുവായി പുഞ്ചിരിച്ചു. അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു. ശബ്ദിക്കാൻ പോലും ആവാതെ അവൻ ഏറെ നേരം നിശ്ചലം നിന്നുപോയി. അവനിൽ നിന്നും പ്രതികരണമൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഇന്ദുലേഖ ചോദിച്ചു. വിശ്വം എന്താ ഒന്നും മിണ്ടാത്തെ? ഒരച്ഛനാകാൻ പോകുന്നതിൽ വിശ്വജിത്തിന് ഒരു സന്തോഷവുമില്ലേ? ഇന്ദു, വിശ്വജിത്ത് ഒരു പരിങ്ങളോടെ വിളിച്ചു. നമുക്കിപ്പോ ഒരു കുഞ്ഞു വേണോ? കല്യാണമൊക്കെ കഴിഞ്ഞ് വിശ്വം പറഞ്ഞു വരുന്നത്? ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട പ്രശ്നം തീർന്നതല്ലേ ഉള്ളൂ.
ഇന്ന് തന്നെ ഞാൻ ഏർപ്പാടാക്കാം. നാളെ രാവിലെ ഇന്ദു ഇവിടെ വന്നാ മതി. അവൻ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും ഇന്ദുലേഖയിൽ നിന്നും പൊട്ടിത്തെറി ഉണ്ടായി. വിഷു, എന്നെ കുറിച്ച് എന്താ കരുതിയത്? അങ്ങനെയായിരുന്നെങ്കിൽ ഇത്ര ധൃതി കൂട്ടണമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ശരീരവും പെൺകിട്ടാൻ മതിയായിരുന്നല്ലോ. ഞാൻ പറഞ്ഞതല്ലേ. അവളുടെ ശബ്ദം വല്ലാതെ ഉയർന്നു. ഇന്ദു, പുറത്തിരിക്കുന്നവർ കേൾക്കും. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. വിശ്വജിത്ത് പുറത്തേക്ക് തല പൊന്തിച്ചു നോക്കിയിട്ട് സംഭ്രമത്തോടെ പറഞ്ഞു. എന്നെ ബൈക്കിന് പിന്നിലിരുത്തി ടൗണിലൂടെ ചുറ്റിക്കറങ്ങാനും തിയേറ്ററിലും കോഫി ഹൗസിലും ഒക്കെ കൊണ്ടുപോകാനും വിഷയത്തിന് ഭയമില്ലായിരുന്നല്ലോ. പിന്നെന്താ ഇപ്പൊ പ്രത്യേകിച്ചൊരു ഭയം? അവൾ പരുഷമായി ചോദിച്ചു. അവളുടെ അപ്പോഴത്തെ ഭാവം കണ്ട് വിശ്വജിത്ത് ഭയന്നു. തൊട്ടാവാടിയായ പെണ്ണാണ് ഇപ്പോ തന്റെ മുന്നിൽ രൗദ്രഭാവം പൂണ്ടു നിൽക്കുന്നത്. ഇന്ദു, ഞാൻ പറഞ്ഞത് മറ്റൊന്നും ഉദ്ദേശിച്ചല്ല, നിന്നെ ചതിക്കാനും അല്ല. ജീവിതത്തിൽ ഞാനൊരു പെണ്ണിനോടൊപ്പം ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നീ മാത്രമാണ്. അവൾ ഒന്ന് തണുത്തു. നോക്ക്, വിവാഹത്തിന് മുമ്പ് നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞ മറ്റുള്ളവർ നിന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് പറഞ്ഞതാ. രജിസ്റ്റർ മാരേജ് ചെയ്യണോ അതോ വീട്ടുകാരെല്ലാം അറിഞ്ഞ് ക്ഷേത്രത്തിൽ വെച്ച് നടത്തണോ? വിശ്വജിത്തിന്റെ ഇഷ്ടം പോലെ. അവളെ ശബ്ദം നേർത്തു. വിശ്വജിത്ത് എന്തോ ഓർത്തു നിന്നിട്ട് പറഞ്ഞു. ഈ ഞായറാഴ്ച എന്റെ വീട്ടുകാർ ഇന്ദുവിന്റെ വീട്ടിലേക്ക് വരും. അവിടെ വെച്ച് മുതിർന്നവർ തമ്മിൽ തീരുമാനിക്കട്ടെ. നമുക്ക് മാറി നിന്ന് അവര് പറയുന്നത് അനുസരിക്കാം. എന്താ? ഇന്ദുലേക്ക് സന്തോഷമായി. വെറുതെ വിശ്വത്തോട് ദേഷ്യപ്പെട്ടതിൽ സങ്കടം തോന്നി. വിശ്വം, ഞാൻ അറിയാതെ. ഏയ്, ഒന്നും വേണ്ട. ഏത് പെണ്ണാണെങ്കിലും ഇങ്ങനെ പ്രതികരിക്കൂ. എന്നോട് കൂടുതൽ സ്നേഹമുള്ള പെണ്ണാകുമ്പോ ഇത്രയും പോരായിരുന്നു. അവൻ ചിരിച്ചു. ഇന്ദുലേഖയും. അവൻ അവളെ മെല്ലെ വലിച്ചടുപ്പിച്ചു. അവൾ എതിർത്തില്ല. വിശ്വജിത്ത് അവളുടെ പഴുവാതരങ്ങളിൽ അമർത്തി ചുംബിച്ചു. ഇനി ഞായറാഴ്ച കാണാം. അവൾ നാണത്താൽ മുഖം കുനിച്ചു. ഞാൻ പോയിക്കോട്ടെ വിശ്വം. ശരി, ഇന്ദുവിന്റെ ബന്ധുരേച്ചയോട് പറഞ്ഞേക്ക് ഞായറാഴ്ച ഞങ്ങൾ 5-6 പേര് വരുന്നു. ശരി. ഇന്ദുലേഖ ഒരു സാമ്രാജ്യം പിടിച്ചടക്കിയ സന്തോഷത്തോടെയാണ് വീട്ടിലെത്തിയത്. ദേവകി അമ്മയ്ക്ക് ഒരേ ഒരു സങ്കടമേ ഉണ്ടായിരുന്നുള്ളൂ. ബന്ധുര് നിൽക്കുമ്പോൾ അനുജത്തിയുടെ വിവാഹം നടത്തുക. അന്ന് രാത്രി അത്താഴം കഴിക്കുമ്പോൾ ദേവകി അമ്മ ബന്ധുരോട് സങ്കടം പറയുകയും ചെയ്തു. ഓ, അതൊന്നും സാരമില്ലമ്മേ, എന്നെ ഓർത്ത് വിഷമിക്കുകയും വേണ്ട. ഇപ്പോ മാനം രക്ഷിക്കാന്നുള്ളതാ നമ്മുടെ ആവശ്യം. ഏതായാലും വിശ്വജിത്ത് എതിർപ്പ് പറഞ്ഞില്ലാലോ. ബന്ധുരയ്ക്ക് അതായിരുന്നു ആശ്വാസം. അതിലേറെ സന്തോഷവുമായിരുന്നു. വിശ്വജിത്ത് എന്തു പറയുമെന്നായിരുന്നു ഭയം. പിറ്റേ ദിവസമാണ് ബാലചന്ദ്രൻ സാറിനോട് അവൾ വിവരം പറഞ്ഞത്. അതേതായാലും നന്നായി ടീച്ചറെ. വെറുതെ ബഹളം വെച്ച് നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുന്നതിന് നല്ലത് കല്യാണം കഴിച്ചു കൊടുക്കുന്നതാ. ടീച്ചർ ചെയ്തത് ബുദ്ധി തന്നെയാ. ബാലചന്ദ്രൻ സാർ അവളെ അഭിനന്ദിച്ചു. അവരൊക്കെ വരുമ്പോ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്തോണ്ട് പറയുക. ബാലചന്ദ്രൻ സാറ് ഞായറാഴ്ച വീട് വരെ വരില്ലേ? അവൾ ചോദിച്ചു. വേണ്ട ടീച്ചറെ, അത് വേണ്ട. ഞാൻ ആരാണെന്ന് ചോദിച്ചാ ഉത്തരം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. ഇപ്പോ ടീച്ചർ തന്നെ സംസാരിച്ചാ മതി. ബന്ധുര പിന്നൊന്നും പറഞ്ഞില്ല. ബാലചന്ദ്രൻ സാറ് പറഞ്ഞത് ശരിയാണെന്ന് അവൾക്ക് ബോധ്യമായി. ശനിയാഴ്ച വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൾ ബേക്കറിയിൽ നിന്നും കുറെ പലഹാരങ്ങൾ വാങ്ങാൻ മറന്നില്ല. അതൊക്കെ കണ്ടപ്പോൾ ദേവകിയമ്മയുടെ ഉള്ളിൽ നീറ്റലുണ്ടായി. ഒരു കാരണവരുടെ സ്ഥാനത്താണ് ഇപ്പോൾ തന്റെ മകൾ നിൽക്കുന്നത്. അറിയാതെ കണ്ണു നിറഞ്ഞുപോയി. ഞായറാഴ്ച പുലർച്ചെ തന്നെ എല്ലാവരും എണീറ്റു. ദേവകിയമ്മയുടെ മനസ്സിലേക്ക് ഋഷി ബന്ധുരെ പെണ്ണു കാണാൻ വന്ന രംഗം കടന്നു വന്നു. പൊടുന്നനെ ഉള്ളം ഒന്ന് പിടഞ്ഞു. പെണ്ണുകാണൽ ചടങ്ങിന് വരുന്നവർക്കുള്ള കാപ്പി തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ബന്ധുരയും കൃഷ്ണപ്രിയയും. ഇന്ദുലേഖ ക്ഷേത്രത്തിലേക്ക് പോയി. മോളെ, അവര് സ്ത്രീധനം എന്തെങ്കിലും ആവശ്യപ്പെട്ടാ നമ്മൾ എന്തു ചെയ്യും? ഇടയ്ക്ക് ദേവകി അമ്മ ചോദിച്ചു. ആദ്യം അവര് വരട്ടെ അമ്മേ, അത് കഴിഞ്ഞല്ലേ മറ്റു കാര്യങ്ങള്. ബന്ധുര അമ്മയെ സമാധാനപ്പെടുത്തുവാനായി അങ്ങനെ പറഞ്ഞുവെങ്കിലും അവളുടെ ഉള്ളിലും തീയായിരുന്നു. ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി വന്ന ഇന്ദുലേഖ വഴിയിലേക്ക് കണ്ണു നട്ട് പൂമുഖത്ത് നിന്നു. ഇന്ദു ചേച്ചി, അവരിങ്ങോട്ട് തന്നെയാ വരണത്. തെറ്റൊന്നുമില്ല. കൃഷ്ണപ്രിയ കളിയാക്കി. പോവെണ്ണേ. ഇന്ദുലേഖ നാണത്തിൽ മുഖം തിരിച്ചു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഉച്ചയായിട്ടും ചെറുക്കൻ വീട്ടുകാരെ കാണാതായപ്പോൾ ദേവകി അമ്മയ്ക്ക് ആദിയായി. രാവിലെ അല്ലേ വരാന്ന് പറഞ്ഞത്? ഇതേവരെ കാണുന്നില്ലല്ലോ. ദേവകിയമ്മയുടെ സ്വരം വിറച്ചു. രാവിലെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടായി കാണും. ഉച്ച കഴിഞ്ഞ് വരും. അമ്മ സമാധാനപ്പെട്, ബന്ധുര പറഞ്ഞു. ഇന്ദുലേഖയും വല്ലാതെ ഭയപ്പെട്ടു. ആ അമ്മയും മക്കളും സന്ധ്യ വരെ കാത്തിരുന്നിട്ടും ആരും വന്നില്ല. അപ്പോഴേക്കും ദേവകിയമ്മയിൽ നിന്നും ഹൃദയം തകർന്നുള്ള കരച്ചിലുയർന്നു.
ഇന്ദുലേഖ ശക്തമായൊരു തേങ്ങലോടെ മുറിക്കുള്ളിലേക്ക് ഓടി. കൃഷ്ണപ്രിയ വിങ്ങിപ്പൊട്ടി. എന്തു ചെയ്യണമെന്നറിയാതെ ബന്ധുര വിഷമിച്ചു. ഇടനെഞ്ച് പൊട്ടിപ്പിളരുന്നത് പോലെ അവൾക്ക് തോന്നി. ഒന്ന് പൊട്ടിക്കരയാൻ പോലും ആവാതെ അവൾ കിതച്ചു. താൻ കൂടി തളർന്നാൽ ഇവിടെ പൊട്ടിക്കരച്ചിലിന്റെ പ്രകമ്പനം തന്നെ ഉണ്ടാവുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും ആശ്വാസം പകരേണ്ടത് താനാണ്. നിങ്ങൾക്ക് അറിഞ്ഞ് ബഹളം വയ്ക്കാതെ, നാളെ നേരെ ഒന്ന് വെളുത്തോട്ടെ. അവര് വരാത്തതിന്റെ കാരണം എന്താണെന്ന് ആദ്യം അറിയട്ടെ. അത് കഴിഞ്ഞ് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. ബന്ധുര എല്ലാവരോടുമായി പറഞ്ഞു. ആ രാത്രി ആരും ഉറങ്ങിയില്ല. അടക്കി പിടിച്ച തേലുകൾ മാത്രം ഇടയ്ക്കിടെ കനത്ത നിശബ്ദതയെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. നേരം പുലർന്നിട്ടും ദേവകിയമ്മയും ഇന്ദുലേഖയും കിടക്ക വിട്ട് എണീറ്റില്ല. ബന്ധുര ഒരു വിധത്തിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് പറഞ്ഞു വിട്ടു. പിന്നെ കുളിച്ച് വേഷം മാറി ഇന്ദുലേഖയുടെ അടുത്ത് ചെന്നു. ഇന്ദുലേഖ അപ്പോഴും വിങ്ങി പൊട്ടി കരയുകയായിരുന്നു. നീ സങ്കടപ്പെടരുത്, ഞാൻ കോളേജിലേക്കല്ല പോകുന്നത്. വിശ്വജിത്തിനെ കണ്ടിട്ട് ഞാൻ വരൂ. അതുവരെ നീ ധൈര്യമായിരിക്കെ. എന്തിനും ഈ ബന്ധുരേച്ചിയുണ്ട്. അവളുടെ തോളിൽ മെല്ലെ സ്പർശിച്ചിട്ട് ബന്ധുര വേഗം പുറത്തേക്ക് ഇറങ്ങി നടന്നു. താര സ്റ്റുഡിയോയുടെ മുന്നിലെത്തിയപ്പോൾ അവൾ വല്ലാത്ത പരവശയായി. സ്റ്റുഡിയോയിലേക്ക് കയറുമ്പോൾ കാലുകൾ ഒന്നിടറി. അവൾ അവിടെ ഇരിക്കുന്നവരെ ഒന്ന് നോക്കി. വിശ്വജിത്ത് അക്കൂട്ടത്തിൽ ഇല്ലായിരുന്നു. അവൾ ക്യാഷ് കൗണ്ടറിൽ നിന്ന ആളോട് ചോദിച്ചു, വിശ്വജിത്തിനെ കാണായിരുന്നു, ഒന്ന് വിളിക്കുവോ? അവൻ ഇവിടെ നിന്ന് ജോലി നിർത്തി പോയിട്ട് 4-5 ദിവസമായല്ലോ. അയാൾ പറഞ്ഞു. ഈ സ്റ്റുഡിയോ വിശ്വജിത്തിന്റെന്നല്ലയോ? ഇത് എന്റെ സ്റ്റുഡിയോയാ പെങ്ങളെ. ഞാൻ 1-2 വർഷം ഇവിടെ ഇല്ലാതിരുന്നതുകൊണ്ട് അവന്റെ സ്റ്റുഡിയോ ആണെന്ന് പറഞ്ഞ് പലരോടും പണം വാങ്ങിയിട്ടുണ്ട്. എന്താ, പെങ്ങൾക്ക് വല്ലതും തരാനുണ്ടോ? തല ചുറ്റുന്നത് പോലെ ബന്ധുരയ്ക്ക് തോന്നി. ഹൃദയസ്പന്ദനം നിലച്ചതുപോലെ അവൾ ഭിത്തിമേൽ ചാരി തളർച്ചയോടെ നിന്നു. അവളുടെ കണ്ണുകളിൽ അന്ധകാരം പടരുകയായിരുന്നു. ബന്ധുര വല്ലാത്തൊരു തളർച്ചയോടെ നിശ്ചലം നിന്നുപോയി. കണ്ണുകളിൽ അന്ധകാരം പടരുകയാണ്. എങ്ങും കൂറ്റിരുട്ട്. അവൾ തപ്പിത്തടഞ്ഞിട്ടെന്നോണം പിന്തിരിഞ്ഞു നടന്നു. സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നവർ ഒന്നും മനസ്സിലാവാതെ പരസ്പരം മിഴിച്ചു നോക്കി. ഒന്ന് നിക്ക്. കൗണ്ടറിൽ ഇരുന്ന സ്റ്റുഡിയോ ഉടമസ്ഥൻ എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നു. എന്തിനാ വിശ്വജിത്തിനെ അന്വേഷിച്ചു വന്നത്? അയാൾ ചോദിച്ചു. ബന്ധുരയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഈ സ്ഥാപനം എന്റേതായതുകൊണ്ട് ചോദിക്കുക. അവൻ എന്തേലും പ്രശ്നം ഉണ്ടാക്കിയോ? ഈ സ്ഥാപനത്തിനൊരു ചീത്തപ്പേരുണ്ടായ എന്നെ കൂടി ബാധിക്കുന്നതും ഉണ്ടാ. കാര്യം എന്താണെന്ന് പറയ്. ഒന്നുമില്ല, ഞാൻ നേരിട്ട് കണ്ടോളാം. പാരവശ്യത്തോടെ അവൾ അയാളെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി നടന്നു. ഇന്ദുലേഖയുടെ ജീവിതം അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണെന്ന് തോന്നി. തന്റെ അനുജത്തി വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഈശ്വര, ഇത് നാട്ടുകാരറിഞ്ഞാൽ. ഒരിക്കൽ പൂമംഗലത്തെ പെൺകുട്ടികളെ കുറിച്ച് നന്മ മാത്രം പറഞ്ഞവർ തങ്ങളുടെ മുഖത്ത് കാറിത്തുപ്പും. അച്ഛന്റെ ആത്മാവ് പോലും ക്ഷമിക്കില്ല. ബന്ധുര തീർത്തും ആവശ്യമായാണ് മഹാത്മാ ട്യൂട്ടോറിയൽ കോളേജിലേക്ക് കയറിയത്. അവൾ നേരെ ഓഫീസ് റൂമിലേക്കാണ് കയറിയത്. അവളെ പ്രതീക്ഷിച്ചിട്ടെന്നോണം ബാലചന്ദ്രൻ സാർ അവിടെ ഉണ്ടായിരുന്നു. ഓഫീസിലേക്ക് കയറിയതും കുഴഞ്ഞു വീഴും പോലെ അവൾ കസേരയിലേക്ക് ഇരുന്നു. ടീച്ചർ വരാൻ കാത്തിരിക്കുകയായിരുന്നു. കല്യാണം എന്നത്തേക്കാ തീരുമാനിച്ചത്? ബാലചന്ദ്രൻ ചോദിച്ചു. ക്ഷീണിച്ചൊരു നോട്ടത്തിൽ ബന്ധുര മുഖമുയർത്തി. അവളുടെ കണ്ണുകൾ ചോർന്നൊലിക്കാൻ തുടങ്ങി. എന്താ ടീച്ചറെ, എന്തുണ്ടായി? ബാലചന്ദ്രൻ പരിഭ്രമിച്ചു. ഇന്നലെ അവരാരും വന്നില്ലേ ബാലചന്ദ്രൻ സാറേ? അവളുടെ വാക്കുകൾ തൊണ്ടയിൽ ഞെരിഞ്ഞമർന്നു. ബാലചന്ദ്രൻ അവളെ സൂക്ഷിച്ചു നോക്കി. ആ നോട്ടത്തിൽ 1000 ചോദ്യങ്ങളുണ്ടായിരുന്നു. ചതിയായിരുന്നു ബാലചന്ദ്രൻ സാറേ. വിശ്വജിത്ത് എന്റെ അനുജത്തിയെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. ആ സ്റ്റുഡിയോ വേറൊരാളുടെയാ. എന്തു ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ അവൻ ജോലിയും കളഞ്ഞിട്ട് മുങ്ങിയിരിക്കുക. അവളുടെ സ്വരം വിറച്ചു. കാലവർഷം പോലെ മിഴിക്കോണുകളിൽ നിന്നും നീർമുത്തുകൾ കവിൾത്തടത്തിലേക്ക് പെയ്തിറങ്ങി. ഇനി ഞങ്ങൾ ജീവിക്കുന്നത് എന്തിനാ ബാലചന്ദ്രൻ സാറേ? പൂമംഗലത്തെ കേശവൻ നായരുടെ മകൾ പിഴച്ചു പോയി എന്ന് മറ്റുള്ളവർ അറിഞ്ഞ വൈകിയ സാറേ. ഓരോ മുഴം കയറിലോ ലേശം വേഷത്തിലോ ഞങ്ങൾ 4 പേരും ജീവൻ ഒടുക്കുക. അവൾ കരഞ്ഞുപോയി. ടീച്ചറെ, ബാലചന്ദ്രൻ വല്ലാതെ ഭയന്നു. ബന്ധുരയുടെ മുഖത്തെ നിശ്ചയദാർഢ്യം മരണത്തിന്റെ വരവേൽപ്പായി തോന്നി. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും ചുമക്കുന്ന ബന്ധുര ടീച്ചർ ഒരിക്കലും തളരരുത്. നമ്മുടെ ഈ ചെറിയ ജീവിതം പൊരുതി തോൽക്കാനുള്ളതല്ല ടീച്ചറെ, പൊരുതി ജയിക്കാനുള്ളതാ. ഏത് പ്രതികൂല സാഹചര്യത്തിനും ടീച്ചർക്കൊപ്പം ഞാനുണ്ടാവും. അയാൾ ഒന്ന് നിർത്തിയിട്ട് തുടർന്നു. ഒരു പെണ്ണിനെ പറഞ്ഞു മോഹിപ്പിച്ചിട്ട് കവർന്നെടുക്കാനുള്ളതെല്ലാം കൈക്കലാക്കി കടന്നു കളയാൻ ഒരുത്തനെ അനുവദിക്കരുത് ടീച്ചറെ. എന്തിനും ഞാൻ കൂടെ ഉണ്ട്. ആട്ടെ, അവന്റെ വീട് എവിടാന്ന് അറിയാമോ?
ഇല്ല, സാരില്ല. ആ സ്റ്റുഡിയോയിൽ അന്വേഷിച്ച അറിയാമല്ലോ. എല്ലാം ഞാൻ അന്വേഷിച്ചു വെക്കാം. ടീച്ചറെ നാളെ രാവിലെ വന്നാൽ മതി. 8 മണിക്ക് മുമ്പ് എത്തണം. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ എത്തണം. അവൾ ആശങ്കയോടെ കേട്ടിരുന്നതേ ഉള്ളൂ. ധൈര്യമായിട്ടിരിക്കും ടീച്ചറെ, പോകാൻ വഴിയില്ലാത്ത പ്രശ്നമില്ല. നാളെ രാവിലെ നമുക്ക് അവന്റെ വീട്ടിൽ ചെല്ലണം. എന്താ? അവൾ സമ്മതത്താൽ തലയിളക്കി. 2-3 നിമിഷം മൂകമായി കടന്നുപോയി. ഇന്ന് ഞാൻ അവധി എടുത്തോട്ടെ ബാലചന്ദ്രൻ സാറേ? വീട്ടിലെല്ലാവരും എന്നെ കാത്തിരിക്കാവും. ശരി, ടീച്ചർ പോയിക്കോ. വീട്ടിൽ ഇതൊന്നും പറയണ്ട. ബന്ധുര സാരി തലപ്പ് കൊണ്ട് കണ്ണും മുഖവും തുടച്ച് പുറത്തേക്ക് ഇറങ്ങി നടന്നു. ബാലചന്ദ്രൻ സഹതാപത്തോടെ അവൾ പോകുന്നത് നോക്കി നിന്നു. ബന്ധുര മടങ്ങി പോകുന്നത് കണ്ട് പ്യൂൺ രാഘവപിള്ള ചോദിച്ചു, എന്താ ടീച്ചറെ, ഇന്ന് ലീവാ? വീട്ടിൽ ചെന്നിട്ട് ഒരു അത്യാവശ്യമുണ്ട് പിള്ളച്ചേട്ടാ. കൂടുതൽ ചോദ്യങ്ങൾക്ക് നിൽക്കാതെ അവൾ വേഗം നടന്നു. വീട്ടിൽ ചെല്ലുമ്പോ ദേവകിയമ്മയും കൃഷ്ണപ്രിയയും ഇന്ദുലേഖയും അവളെ കാത്തിരിക്കുകയായിരുന്നു. അവരോട് എന്തു പറയണമെന്നറിയാതെ വിഷമിക്കുകയായിരുന്നു ബന്ധുര. അവരെ കണ്ടോ ബന്ധുരെ? ഇന്നലെ അവരെന്താ വരാതിരുന്നത്? ദേവകിയമ്മ തിടുക്കത്തിൽ ചോദിച്ചു. സത്യം പറഞ്ഞ അവിടെ ഒരു കൂട്ട നിലവിളി ഉണ്ടാകുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഏതായാലും നാളെ വരെ സത്യം എന്താണെന്ന് ആരും അറിയണ്ട. എന്തെങ്കിലും അസൗകര്യം ഉണ്ടായിട്ടുണ്ടാവും. വിശ്വജിത്ത് സ്ഥലത്തില്ല. നാളെ വീട് വരെ പോയി അന്വേഷിക്കാം. ബാലചന്ദ്രൻ സാറും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. മോളെ ബന്ധുര, നീ പറയണത്? ദേവകിയമ്മ സംഭ്രമത്തോടെ അവളെ നോക്കി. സ്റ്റുഡിയോയില് എന്തോ ആവശ്യത്തിന് വിശ്വജിത്ത് പോയിരിക്കുക. അയാൾ വരട്ടെ. അപ്പോഴേക്കും ഇന്ദുലേഖയിൽ നിന്നും നേരത്തെ ഒരു തേങ്ങൽ ഉയർന്നു. കിടന്ന് മോങ്ങാതടി, തറവാടിന് മാനക്കേടുണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ഒരു തീ തിന്ന. ദേവകിയമ്മ ദേഷ്യപ്പെട്ടു. ബന്ധുര മുറിയിൽ കയറി കിടന്നു. വല്ലാത്ത ക്ഷീണം തോന്നി. ബന്ധുരേച്ചി, കൃഷ്ണപ്രിയ അടുത്തു ചെന്ന് വിളിച്ചു. ബന്ധുര അവൾക്ക് നേരെ മുഖമുയർത്തി. ചേച്ചി പറഞ്ഞത് സത്യം തന്നെയാണോ? കൃഷ്ണപ്രിയ പിന്നെ ഒന്നും ചോദിച്ചില്ല. രാത്രി ഉറങ്ങുവാൻ ബന്ധുരയ്ക്ക് കഴിഞ്ഞില്ല. നേരം പുലരുവാൻ അവൾ കാത്തുകിടന്നു. വിശ്വജിത്തിനെയും അവന്റെ വീട്ടുകാരെയും നേരിൽ കാണുന്നത് വരെ മനസമാധാനം കിട്ടില്ല. വിശ്വജിത്തിന്റെ പത്രാസിൽ ലയിച്ചു പോയതാണ് ഇന്ദു. സ്വന്തം സ്റ്റുഡിയോയും ബൈക്കുമൊക്കെയുള്ള പണക്കാരനാണെന്ന് പാവം തന്റെ അനുജത്തി തെറ്റിദ്ധരിച്ചു പോയി. എല്ലാ സത്യങ്ങളും അറിയുമ്പോ ഒന്നും വേണ്ടായിരുന്നുവെന്ന് അവൾക്ക് തോന്നും. ബന്ധുര തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഹൈപ്പും കൂടി ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.